أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين هم من خشية ربهم مشفقون والذين هم بآيات ربهم يؤمنون والذين هم بربهم لا يشركون والذين يؤتون ما آتوا وقلوبهم وجلة أنهم إلى ربهم راجعون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഏറെ ആദരണീയരായ ഈ പ്രദേശത്തെ ഈ മഹല്ലിലെ സഹോദരി സഹോദരന്മാരെ, ആമുഖ ഭാഷണത്തിലൂടെയും സ്വാഗത ഭാഷണത്തിലൂടെയൊക്കെ സംസാരിച്ച പോലെ പുണ്യങ്ങളുടെ പൂക്കാലത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പുണ്യ പൂക്കാലത്തിൻ്റെ പവിത്രതകളും പ്രത്യേകതകളുമൊക്കെ വിവിധങ്ങളായ സെഷനുകളിലൂടെ ഖുതുബകളിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയവരാണ്. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്നെ കൂടി പ്രതി ചേർത്തുകൊണ്ട് ഒന്നുകൂടി ഓർക്കുവാനും 1000 മാസത്തേക്കാൾ പുണ്യമുള്ള ഈ പ്രത്യേകിച്ച് അവസാനത്തെ 10ലേക്ക് കടക്കാനിരിക്കുന്ന ഈ സുവർണ അവസരത്തെ നമുക്കൊന്നിച്ച് റയ്യാൻ എന്ന കവാടത്തിലേക്ക് ഏറ്റവും ഊർജ്ജസ്വലമായി നീങ്ങുവാനുള്ള ചില ചർച്ചയും ചിന്തയുമൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. സർവശക്തൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ദിക്റുകളും നമ്മുടെ ആരാധന കർമ്മങ്ങളിലുമൊക്കെ അതിലൊരു ചെറു ദിക്റു പോലും സുബ്ഹാനല്ലാഹ് തുടങ്ങിയ ഒരു ദിക്റു പോലും നഷ്ടപ്പെടാതെ, പുണ്യം നഷ്ടപ്പെടാതെ, അതിലെ പോരായ്മകളും ന്യൂനതകളും ഒക്കെ പരിഹരിച്ച് സർവശക്തനായ പടച്ചറബ് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. അസറിന് ശേഷം ആരംഭിച്ചിട്ടുള്ള മഗ്രിബോട് ഒരു ഇഫ്താറോടുകൂടി അവസാനിക്കുന്ന ഒരു ചെറിയ സമയത്തെ പ്രോഗ്രാം, പ്രത്യേകിച്ച് നല്ല ചൂടും കഴിഞ്ഞ 6 വർഷത്തിന് ശേഷം ഏറ്റവും നല്ല ചൂടിലാണത്രേ വിശിഷ്യ കേരളവും പരിസര പ്രദേശവും ഒക്കെ എന്നാണ് പുതിയ നിരീക്ഷകര് അറിയിക്കുന്ന സംഗതി. നല്ല ചൂടിലാണ് നമ്മളുള്ളത്. മുതിർന്ന ആളുകൾക്കും കുട്ടികളായ ആളുകൾക്കുമൊക്കെ നോമ്പെടുക്കാനൊക്കെ ഒരു പക്ഷേ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വിഭിന്നമായി നല്ല ഒരു മഴയും പ്രത്യേകിച്ച് പള്ളികളൊക്കെ ഈ രൂപത്തിലുള്ള എയർ കണ്ടീഷനുകളൊക്കെ ആവശ്യമായി വന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ. ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഒരുപക്ഷെ ഇന്നും എന്തെങ്കിലുമൊക്കെ ജോലിയിൽ വ്യാപൃതരായി വെയിൽ കൊണ്ട് അധ്വാനിച്ച് ഒരു നോമ്പിൻ്റെതായ ക്ഷീണത്തിന്റെ പുറമെ കുറെ അധ്വാനങ്ങളിലൂടെ വന്ന് എത്തിയവരായി നമ്മളൊക്കെ. നമ്മളാരും നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞ് ഇനി പ്രത്യേകിച്ചും ഒന്നും ചെയ്യാനില്ല, ഇനി മഗ്രിബ് വരെ ഒഴിവായതുകൊണ്ട് അങ്ങനെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയവരല്ല. മറിച്ച് ആമുഖ ഭാഷണത്തിലും അധ്യക്ഷ ഭാഷണത്തിലുമൊക്കെ സംസാരിച്ച പോലെ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, ഖുർആനിനെ പഠിക്കുകയും അതിനെ പഠിപ്പിക്കുകയും. അത് ഇപ്പൊ ഞാനാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഖുതുബയിലും മറ്റുമൊക്കെ മുഴുകി വളരെ സജീവമായിട്ടുള്ള നല്ല എന്നെക്കാളുമൊക്കെ ഈ വിഷയവുമായി ദീനീപരമായി അറിവുള്ള
അങ്ങനെ സംഘടനാ രംഗത്തൊക്കെ സജീവമായിട്ടുള്ള ആളുകൾക്കിടയിൽ ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നു എന്ന് മാത്രം, അതല്ലാത്ത പ്രത്യേകത നമുക്കില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കുകയാണ്, ഓർമ്മപ്പെടുത്തലുകളാണ്, കുറെ ഓർമ്മപ്പെടുത്തലുകൾ. അപ്പൊ ഈ കുറഞ്ഞ സമയം സ്വാഭാവികമായിട്ട് ഇങ്ങനെ ചാരി ഇരിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ല സേഫ്റ്റിയാണ്. അങ്ങനെ തന്നെ ഇരിക്കും വേണം. കുറെ നേരം നമ്മുടെ ശരീരത്തെ ഏറ്റവും യോജിച്ച രൂപത്തിൽ തന്നെയാണ് ഇരിക്കേണ്ടതും. അപ്പൊ നമുക്കൊരു പുണ്യമാക്കി മാറ്റാൻ നമുക്കാവണം. 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ പുണ്യം പടച്ചറബ് നൽകുന്നു റമദാനിൽ, അല്ലേ? റമദാനിൽ അങ്ങനെയല്ല. റമദാനിൽ അതിന് പ്രതിഫലം നൽകുന്നത് ഞാനാണ്. അപ്പൊ അതിന് മുകളിലാണ്, 700 ഇരട്ടിക്ക് മുകളിലാണ്. അപ്പൊ അതെങ്ങനെ കിട്ടും? അത് എല്ലാ രംഗത്തും, അല്ലേ? നമ്മൾ ഇരിക്കുന്ന ഇരുത്തത്തിൽ വലിയ പുണ്യമുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിനും വലിയ പുണ്യമുണ്ട്. നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിന് വലിയ പ്രത്യേകതയുണ്ട്. അങ്ങാടികളെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുത്തിട്ടുണ്ട്. ഇന്ന് രാത്രികളിൽ 12ഉം 2 മണിക്കും തൊട്ട സമീപ പ്രദേശം, പേരൊന്നും പറയേണ്ടതില്ല, തൊട്ട സമീപ പ്രദേശം 1 കിലോമീറ്റർ ചുറ്റളവിൽ ആയിരങ്ങൾ തടിച്ചുകൂടാറുണ്ട്. ഇശാ കഴിഞ്ഞ് തറാവിയക്കിടയിലുള്ള നമ്മുടെ നടത്തത്തിനിടയിൽ നമ്മുടെ അങ്ങാടികളിലും അങ്ങാടികൾക്കുള്ള ഓരങ്ങളിലും ആളുകൾ ഒരുമിച്ച് കൂടാൻ പറ്റുന്നിടത്തൊക്കെ അവസാനത്തെ 10ലൊക്കെ അത് വലിയ സജീവമായി ആണുങ്ങൾക്ക് പുറമെ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു ഉപ്പിലിട്ട അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള പുതിയ പാനീയങ്ങളിലൂടെ മക്കളുണ്ട്. അങ്ങനെയുള്ള അങ്ങാടികള് ആ കൂടിയിരുത്തത്തെക്കാൾ അല്ലെങ്കിൽ അതിനെ വെറുത്ത് അതിനെ മാറ്റി നിർത്തി പള്ളികൾക്ക് വലിയ പവിത്രത നൽകിയിട്ടുണ്ട്. പള്ളികളിൽ വലിയ പ്രത്യേകതയുണ്ട്. അതിന്റെ പരിഭാവനത്തിനും അതിന്റെ പ്രവേശനത്തിനും അവിടെയുള്ള ജമാഅത്തുകൾക്കും അവിടെയുള്ള ഓരോ കാര്യങ്ങൾക്കും വലിയ പ്രത്യേകത പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മനുഷ്യന്റെ കൽബുകൾ ഏറ്റവും അധികം സ്വസ്ഥത കൈവരിക്കുന്ന ഇടമായി പള്ളിയെ എണ്ണിയിട്ടുണ്ട്. ലോകത്ത് ഒരു മനുഷ്യന് ഏറ്റവും അധികം സ്വസ്ഥത ലഭിക്കുന്ന ഇടം എവിടെ? പല ചർച്ചയും നടക്കുന്നുണ്ട്. ഒരു വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആമിന്റെ വചനത്തിലൂടെയുള്ള ഒരു പഠനത്തിന്റെ ഒരു ചെറിയ സൂചന നൽകുകയാണ്. ഖുർആനിൽ മക്ക മറ്റൊരു പേരാണ് ഉമ്മുൽ ഖുറ എന്ന പദം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആമിന്റെ വചനത്തിലൂടെ കാണാൻ പറ്റും. ഉമ്മുൽ ഖുറ എന്ന് പറഞ്ഞാൽ ഖറിയത്തിന്റെ, ഗ്രാമങ്ങളുടെ മാതാവ് എന്നാണ്. ഗ്രാമങ്ങളുടെ മാതാവ് എന്ന് പറഞ്ഞാൽ ആദ്യം ഭൂമുഖത്തേക്ക് ഉയർന്നു വന്ന സ്ഥലം, പഠനത്തിലൂടെ തെളിയിക്കപ്പെട്ട സ്ഥലമാണ് മക്ക എന്നുള്ളത്. മക്ക ദ സെന്റർ ഓഫ് ദ വേൾഡ് എന്നുള്ളൊരു പഠനമുണ്ട്. അതിനടിസ്ഥാനത്തിൽ ലോകത്ത് ആദ്യമായി ഉയർന്നു വന്ന സ്ഥലം അത് മക്കയാണെന്നും മക്കയിലെ മണ്ണും അവിടത്തെ പാറകളുമൊക്കെയാണ് ഏറ്റവും പഴക്കം ചെന്ന പാറയെന്നും ആ ലോകത്തിൽ ഏറ്റവും പഴക്കം ചെന്ന പരീക്ഷണാർത്ഥം അതിന് തെരഞ്ഞെടുക്കപ്പെട്ട പാറ ബസാൾട്ടിക് റോക്ക് കുടുംബത്തിൽപ്പെട്ട പാറയാണെന്നും ആ പാറ സ്ഥിതി ചെയ്യുന്നത് മക്കയിലാണെന്നും ആ മക്കയാണ് ആദ്യത്തെ ഭൂമിയിൽ ഉയർന്നു വന്നതെന്നും 1400 വർഷങ്ങൾക്ക് മുമ്പേ ഖുർആൻ പറഞ്ഞിട്ടുള്ള ഉമ്മുൽ ഖുറ എന്ന പദത്തെ അനർത്ഥമാക്കിക്കൊണ്ട് പഠിപ്പിക്കുന്ന മക്കയാണെന്നും ആ മക്കയിൽ ചെന്നിട്ടുള്ള ഒരു മനുഷ്യന്റെ തവാഫ്, അത് ആ തവാഫും അവിടുത്തെ ആരാധനകർമ്മവും അവിടുത്തെ പ്രത്യേകിച്ച് ഹജ്ജ് ഉംറയും അവിടുത്തെ ആരാധനകർമ്മവും ഒക്കെ നിർവഹിക്കുമ്പോഴാണ് ലോകത്തൊരു മനുഷ്യന് ഏറ്റവും അധികം സ്വസ്ഥതയും ശാരീരിക മാനസികമായ അയവ് സംഭവിക്കുന്നതെന്ന് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. കാരണം അത് ഭൂമിയിലെ ആദ്യം ഉയർന്നു വന്ന സ്ഥലമാണെന്നുള്ളതാണ്. അങ്ങനെ ഉയർന്നു വന്ന ആ സ്ഥലത്ത് ഉത്തര ധ്രുവത്തിൽ നിന്നും ദക്ഷിണ ധ്രുവത്തിൽ നിന്നും എത്തുന്നത് കാന്തിക മണ്ഡലത്തിന് അതീതമാണ്. തിരൂരങ്ങാടിയിൽ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഒരു കാന്തിക മണ്ഡലത്തിന് വിഭിന്നമാണ് ഈ ഭൂമിയിലെ ആമുഖമായി ആദ്യം ഉയർന്നു വന്നിട്ടുള്ള ഈ പ്രദേശം. അത് പറയപ്പെടുന്നത്, കണക്കുകൾ രേഖപ്പെടുത്തുന്നത് ഉത്തര ധ്രുവ കാന്തിക മണ്ഡലത്തിന്റെയും ദക്ഷിണ ധ്രുവ കാന്തിക മണ്ഡലത്തിന്റെയും അതീതമാണെന്നുള്ളതാണ്. അവിടെ ചെന്നിട്ട് ഒരു മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമായിട്ടുള്ള ഏതൊരു ആവശ്യമുള്ളതാവട്ടെ ആവശ്യമില്ലതാവട്ടെ ഏതൊരു വള്ളിച്ചെടി അതിങ്ങനെ പടർന്നു വരിക, അത് നമ്മൾ തവാഫ് ചെയ്യുന്ന രൂപത്തിലാണ്, ആന്റി ക്ലോക്ക് വൈസ് ആണ്. ഹൈന്ദവരായ ആളുകള് അവര് തവാഫ് ചെയ്യുന്നത്, അവരുടെ പ്രദക്ഷിണം നടത്തുന്നത്, ഗുരുവായൂരൊക്കെ പ്രദക്ഷിണം നടത്തുന്നത് ക്ലോക്ക് വൈസ് ആണ്. ക്ലോക്ക് എങ്ങനെയാണോ കറങ്ങിക്കൊണ്ടത് രൂപത്തിലാണ്. അതിന്റെ എതിരായിക്കൊണ്ട് ഈ ഒരു കറക്കം, അത് സസ്യലതാദികൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമിയുടെ കറക്കം പോലെ എല്ലാ
ക്ഷീരപഥത്തിലെ മറ്റു ഗോളങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പോലെ, മനുഷ്യന്റെ രക്തചംക്രമണം ഉള്ളതുപോലെ, അങ്ങനെ 10-20 കറക്കത്തെ അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെയുള്ള പ്രകൃതിപരമായിട്ടുള്ള ആ ഒരു തവാഫും കാര്യങ്ങളും ഒക്കെ മനുഷ്യനെ ആ ഒരു ഗുരുത്വാകർഷണ ബല പ്രത്യേകതയിൽ മനുഷ്യന് അയവ് വരുത്തുമെന്നും ശരീരത്തിന് വലിയ സ്വസ്ഥത ലഭിക്കുമെന്നുള്ളതാണ്. അതൊക്കെ പഠനമാണ്. ആ പഠനങ്ങളും കാര്യങ്ങളിലൊക്കെ നമുക്ക് പഠിച്ച് ഇനിയും ഖുർആനും അതൊക്കെ ബന്ധപ്പെട്ട പഠനങ്ങളിൽ ഒരു ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം ഞാൻ സൂചിപ്പിച്ചു വന്നത്. അങ്ങനെ പള്ളികളിലേക്ക് എത്തിയവരാണ് നമ്മൾ. അങ്ങനെ എത്തിയ നമ്മൾ ധാരാളമായി നന്മകള് ജീവിതത്തിൽ അനുഷ്ഠിക്കാനും ഈ നന്മകളിലൂടെ ജീവിക്കാനും നമ്മുടെ മഹലിലുള്ള ആളുകളെ, നമ്മളെ കുട്ടികളെ, കുടുംബത്തെയൊക്കെ നന്മയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനും വേണ്ടിയാണ് സത്യത്തിൽ ഇങ്ങനൊരു ഇഫ്താർ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മളാരും ക്ലാസ്സുകൾ കേൾക്കാത്തവരല്ല, നമ്മളാരും അങ്ങനെ കൂടിയിരിക്കാത്തവരല്ല. എല്ലാ ഫെസിലിറ്റിയും നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ ഇന്ന് ചെറിയ കുട്ടികളടക്കം എല്ലാവരെയും വിളിച്ചു കൂട്ടി നമ്മൾ ഒന്നിച്ചിരുന്ന് നമ്മൾ ഒരു സംഗമത്തിലാണ്. നമ്മൾ പല വേളയിലും നമ്മൾ ഇങ്ങനെ സംഗമിക്കാറുണ്ട്. 5 നേരം നമ്മൾ സംഗമിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഈ പള്ളിയിൽ സംഗമിക്കുന്ന ആളുകള് 5 നേരം ഇവിടെ, ഓരോ ദിവസം 5 നേരം ഇവിടെ എത്തി നിസ്കരിച്ചു പോവും. എന്നാല് ആ 5 നേരം ഇവിടെ അല്ലെങ്കിൽ തൊട്ടടുത്ത മുസല്ലയിൽ നിസ്കരിക്കുന്ന നമ്മള് ആഴ്ചയിൽ ഒരിക്കൽ പടച്ചോന് ജുമുഅക്ക് വേണ്ടി എല്ലാവരെയും വിളിച്ചു കൊണ്ടുവരികയാണ്. എല്ലാവരും, ഒരു മഹലിലുള്ള ആളുകൾ മുഴുവനും ജുമുഅക്ക് വേണ്ടി പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നു. വർഷത്തിൽ ഒരു തവണ ഈദുൽ ഫിത്തറിനും ഈദുൽ അദ്ഹക്കും വേണ്ടിയിട്ട് വീണ്ടും ആബാലവൃദ്ധം ജനങ്ങൾ, പള്ളിയിൽ കയറാൻ പാടില്ലാത്ത സ്ത്രീ പുരുഷ എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്നു. അങ്ങനെ ദിവസങ്ങളിൽ 5 നേരവും, ആഴ്ചയിലെ ഒരു പള്ളിയിൽ ഒരു മഹലിൽ എല്ലാവരും ജുമുഅക്കും, വർഷത്തിലെ ഈദുൽ ഫിത്തർ, ഈദുൽ അദ്ഹ അങ്ങനെയൊക്കെ ഒരുമിച്ച് കൂട്ടി പഠിപ്പിച്ചിരുന്നത് അവിടെയുള്ള നമ്മളെല്ലാവരും ഒന്നാണെന്നും, നമ്മൾ ഏതൊരു സിട്ടാവിന് മുമ്പിലാണോ നമ്മൾ സുജൂദ് ചെയ്യുന്ന സിട്ടാവ് ഒന്നായതുപോലെ, നാം അനുധാവനം ചെയ്യുന്ന വിശുദ്ധ ഖുർആൻ ഒന്നായതുപോലെ നമുക്ക് ചെന്ന് ചേരാനുള്ള സ്വർഗവും ഒന്നാണെന്നും, നമുക്ക് ആരുടെ പ്രീതിയാണോ സ്വീകരിക്കാനുള്ളത് സിട്ടാവ്, ആ സിട്ടാവിന്റെ പ്രീതിക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള പ്രവർത്തനം ഒന്നാണെന്നും, അതുകൊണ്ട് നമ്മളെല്ലാവരും ഒന്നാണെന്നും, അങ്ങോട്ടും ഇങ്ങോട്ടും നിറത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ജോലി അല്ലെങ്കിൽ സാമുദായികമായി കുറെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒന്നാണെന്നും ഒന്നിച്ചിരിക്കേണ്ടവനാണെന്നും പഠിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് നന്മയിലെത്താൻ പറ്റണം. അങ്ങനെ നമ്മുടെ നന്മയുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രബലമായ റമദാനിന്റെ ദിനരാത്രങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. റമദാൻ അല്ലേ, ആ റമദാൻ കരിച്ചു കളയുന്ന, തിന്മകളെ തടുത്തു നിർത്തി നന്മയെ നമ്മിലേക്ക് പടച്ചറബ് ആവോളം നൽകുന്ന, അത്രമാത്രം പുണ്യം നൽകുന്ന ആ നന്മയിലൂടെ ജീവിക്കുന്ന മനുഷ്യന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കുന്ന റയ്യാൻ എന്ന കവാടം, അത് അവന് വേണ്ടി പ്രത്യേകമാക്കപ്പെടുന്ന ഒരു പുണ്യമാസം. ആ പുണ്യമാസത്തില് നമ്മളങ്ങനെ സ്വാഭാവികമായും ഒരു വ്യക്തി എന്ന നിലക്ക് നമ്മൾ നമ്മുടേതായ കുറെ കാര്യങ്ങളിൽ നമ്മൾ മുഴുകാറുണ്ട്. എന്റേതായ കുറെ കാര്യങ്ങൾ, എന്റെ ആരാധനകൾ അതിൽപ്പെട്ടതാണ്. അള്ളാഹുവിന് വേണ്ടിയാണെങ്കിലും ഞാനായി നിർവഹിക്കുന്നതാണ്. ഞാനായി എന്റെ കുടുംബത്തിന് ധാരാളം കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ സഹോദരിമാർ, അവരൊക്കെ ഒരു പക്ഷെ ഇന്ന് നിർവഹിച്ചിട്ടുള്ള ഏറ്റവും ദീർഘസമയം തന്റെ കുടുംബത്തിനായിരിക്കും, വീട്ടു ജോലിയിലായിരിക്കും, പല പരിപാടിയിലായിരിക്കും. നമ്മളും അങ്ങനെ തന്നെയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി, അത് കുടുംബ ബന്ധത്തിലുള്ള മറ്റു കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഒക്കെ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മള് ഒരു വ്യക്തി എന്ന നിലക്കും ഒരു വിശ്വാസി എന്ന നിലക്കും അല്ലാത്ത രൂപത്തിൽ ധാരാളം കർമ്മങ്ങൾ നമ്മൾ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ കർമ്മങ്ങൾ നമ്മൾ ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുന്ന ഈ കർമ്മങ്ങൾ, ഇത് അള്ളാഹുവിന്റെ പക്കൽ സ്വീകാര്യോഗ്യമാകുന്ന രൂപത്തിൽ ആക്കി തീർക്കുക എന്നുള്ളത്, പ്രത്യേകിച്ച് വിശിഷ്യ ഈ റമദാനിലെങ്കിലും ഇത്തരുണത്തിലെങ്കിലും നമ്മൾ ഓരോരുത്തരും, ഞാൻ എന്നെ പ്രതി ചേർത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്, നമ്മൾ ഓരോരുത്തരും വേറെ ജാഗ്രത പുലർത്തണമെന്നുള്ളതാണ്. പെരുന്നാളിന്റെ പ്രഭ തെളിഞ്ഞ് ആളുകളൊക്കെ പെരുന്നാളിന്റെ ഒരുക്കത്തിലായ സമയത്ത് സിദ്ദീഖുൽ അക്ബർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലിയ സന്തോഷമൊന്നുമില്ലാതെ, ഒരു പെരുന്നാളിൻ്റെതായ ആഘോഷങ്ങളൊന്നും തന്റെ മുഖത്ത് കാണാതെ പള്ളിയിൽ തന്നെ ഇങ്ങനെ ഒരു ഭാഗത്ത് മാറിയിരുന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥനാ നിരതമായി മനസ്സോടുകൂടി, വലിയ സന്തോഷമൊന്നുമില്ലാതെ എന്നാൽ പ്രാർത്ഥനയോടുകൂടി, ഇങ്ങനെ പ്രാർത്ഥനയിൽ അങ്ങനെയാണല്ലോ, ആ ഒരു മനസ്സോടുകൂടി ഇരിക്കുമ്പോ
ചില ആളുകളുടെ ചോദ്യത്തെ അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. പടച്ചോനിത് സ്വീകരിക്കുമോ? അള്ളാഹിന്റെ പക്കൽ നമ്മളുടെ കർമ്മങ്ങളൊക്കെ അള്ളാഹ് കബൂൽ ചെയ്യുമോ എന്നുള്ള ആശങ്കയിലാണ് ഞാൻ എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. അപ്പൊ ഓരോ റമദാനുകൾ കടന്നു പോകുമ്പോഴും ഓരോ ദിനരാത്രങ്ങൾ നമ്മളെ വിട്ട് വിടിഞ്ഞു പോകുമ്പോഴും അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരേണ്ടതും അത് തന്നെയാണ്. അതിന്റെ സ്വീകാര്യത, കർമ്മത്തിന്റെ സ്വീകാര്യത അത് ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്. അതിന് നമുക്കറിയാം, നമ്മുടെ പ്രവർത്തനങ്ങൾ നേരത്തെ അധ്യക്ഷ ഭാഷണം നിർവഹിച്ച സമയത്ത് സൂചിപ്പിക്കേണ്ടായി. സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ഒരു മതപരമായ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഒരു ആളുകൾക്ക് മുമ്പിൽ ഇങ്ങനെ ചെയ്യുന്നതാണ്. ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെ നമ്മൾ പലതും അങ്ങനെയാണ്. ആളുകൾക്ക് മുമ്പിൽ അങ്ങനെ ഒരു ഷോ വരുന്നതാണ്, പലതും അങ്ങനെയാണ്. എന്നാല് അധ്യക്ഷ ഭാഷണത്തിൽ സൂചിപ്പിച്ചു, റമദാനിലെ നോമ്പിന് ഞാനാണ് പ്രതിഫലം നൽകുക, അള്ളാഹ് പറഞ്ഞതാണ്. എന്താ അതിന്റെ കാരണം? അതിന്റെ കാരണം അത് ആർക്കും അറിയാൻ പറ്റൂല. അത് ഒരാളുടെ മുമ്പിൽ ഷോ കാണിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ ഞാൻ നോമ്പ് നോറ്റിട്ടുണ്ടോ, എന്റെ നോമ്പ് എങ്ങനെ, ഒരാൾക്കും അളക്കാൻ കഴിയില്ല. ഇന്ന് നിലവിലുള്ള അളവിന്റെ മാപിനികൾ ഏതെടുത്ത് നോക്കിയാലും അതുകൊണ്ട് പരിശോധിക്കാൻ കഴിയില്ല. അപ്പൊ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന നോമ്പിനെ അളക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ. അത് ആരുടെ മുമ്പിലും ഷോ ആയിട്ട് വെക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് അതിന്റെ പ്രതിഫലം അത്ര പുണ്യമായി മാറുകയാണ്. അപ്പൊ അവിടെ അതാണ് ഉദ്ദേശിക്കുന്നത്. സുന്നത്തായ നമസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രതിഫലാർഹമായ നമസ്കാരം ഏതാണ്? തഹജ്ജുദ് നമസ്കാരാണ്. എല്ലാവരും കടന്നുറങ്ങുന്ന സമയത്ത് രാത്രിയുടെ 3-ാം പകുതിയിൽ എഴുന്നേറ്റിട്ടുള്ള നമസ്കാരമാണ്. അത് അള്ളാഹുവിന് വേണ്ടി തന്നെ നിർവഹിക്കേണ്ടതാണ്. അത് അങ്ങനെ ആൾക്കാർക്ക് മുമ്പിൽ നിർവഹിക്കാനുള്ളതല്ല. അങ്ങനെ നിർവഹിക്കുമ്പോഴാണ് അത് ഏറ്റവും അധികം പുണ്യമുള്ളത്. അങ്ങനെ നിർവഹിക്കാൻ ഒരുവൻ എഴുന്നേൽക്കുമ്പോഴാണ് 7-ാം ആകാശത്ത് നിന്ന് അള്ളാഹ് 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വന്ന് അള്ളാഹുവിനോട് എന്ത് ചോദിക്കുന്നോ ആ തേട്ടങ്ങൾ ഏറ്റവും അധികം സ്വീകാര്യോഗ്യമായി തീരുന്നത്. അതിന് കാരണം അതാണ്. അങ്ങനെ ഓരോ സന്ദർഭത്തിലും പഠിപ്പിച്ചിരാൻ നമുക്ക്, അല്ലെ? നാളെ അർശിന്റെ തണൽ ലഭിക്കപ്പെടുന്ന 7 വിഭാഗത്തെ കുറിച്ച് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നുണ്ട്. വളരെ മഹത്തരമാണത്. അവിടെ അള്ളാഹുവിന്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത ഒരു ദിവസം വരാനുണ്ട്. അവിടെ 7 വിഭാഗം ആളുകൾക്ക് തണലിട്ട് കൊടുക്കുമ്പോ ആ തണലിൽ ലഭ്യമാവുക, തണലിന് പാത്രമാവുക എന്നുള്ളത് വളരെ വളരെ മഹത്തരമായ സംഗതിയാണ്. അതിൽ എണ്ണി പറഞ്ഞൊരു വിഭാഗമുണ്ട്, അല്ലെ? അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യുന്നു. ലാ തഅലമു ബിശിമാലിഹി, അല്ലെ? തന്റെ ഇടത്തെ കൈ പോലും അറിയാതെ വലത് കൈ കൊണ്ട് ദാനധർമ്മം നിർവഹിച്ചവൻ. മൊത്തത്തില് അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക നൽകിയവനല്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനധർമ്മം നിർവഹിച്ചവനെ മൊത്തത്തിൽ എണ്ണി പറഞ്ഞതല്ല. അതൊരു ആളുകൾക്ക് മുമ്പിൽ ഒരു ഷോ ആയി മാറുന്നതാണ്. റിയാഇന്റെ അംശം കടന്നു വരാൻ സാധ്യതയുണ്ട്. മനുഷ്യനാണ്, സ്വാഭാവികമാണ്. അങ്ങനെ കടന്നു വരുന്ന ഒരു പ്രവർത്തനത്തെ ഒന്നുകൂടി സ്ഫുടം ചെയ്ത് പഠിപ്പിച്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ അവൻ പ്രവർത്തിച്ചപ്പോ, ദാനധർമ്മം നിർവഹിച്ചപ്പോ തന്റെ ഇടത് കൈ പോലും അറിയാതെ തന്റെ വലത് കൈ കൊണ്ട് ദാനധർമ്മം നിർവഹിച്ചവന് നാളെ അർശിന്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത ആ ദിനം നാം അവർക്ക് തണൽ വിരിച്ചു കൊടുക്കും. ആ പവിത്രത പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അവിടെയും ഇവിടെയും ഒക്കെ പടച്ച റബ്ബ് വലിയ പുണ്യം പറഞ്ഞു തരുന്ന പ്രവർത്തനങ്ങള് അതൊക്കെ അള്ളാഹുവിലേക്ക് ആ ഒരു വലിയ ഷോ ഇല്ലാതെ ആളുകൾക്ക് മുമ്പിൽ കാണിക്കാതെ രഹസ്യമായി നിർവഹിക്കുന്ന കാര്യമാണ്. അപ്പൊ അവിടെയൊക്കെ അള്ളാഹു അതിന്റെ കൽബിലേക്ക് നോക്കിയാണ് വിലയിരുത്തുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമുക്കുള്ള ഒരു ചിന്ത, കഴിഞ്ഞ എൻ്റെ ദിനരാത്രങ്ങളിലെ പ്രവർത്തനങ്ങളിൽ ഞാൻ ഇങ്ങനെ ഒരു ഷോ ആയിട്ടല്ലാതെ എന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഈ ഒരു ഷോ മാറ്റി വെച്ചിട്ട് അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കിക്കൊണ്ടുള്ള, അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എത്രമാത്രം നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്റെ പ്രവർത്തനങ്ങളിൽ എത്രമാത്രം അങ്ങനെ ഖുർആനുമായിട്ട് ഇടപഴകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ ഇനി ഒന്നുകൂടി സൂക്ഷ്മത പുലർത്താനും വരും ദിവസത്തെ നല്ല നാളുകളെ ഏറ്റവും നന്നായിട്ട് ക്രമീകരിക്കുവാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. ഹസൻ റളിയല്ലാഹു അൻഹു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മകൻ ഹസൻ ഹുസൈൻ, അദ്ദേഹത്തെ കുറിച്ച് ഒരു ചരിത്രം അൽ ബിദായ വൻ നിഹായ എന്ന് പറയുന്ന ചരിത്ര ഗ്രന്ഥത്തിലൊരു ഭാഗത്ത് ഇങ്ങനെ കാണാൻ സാധിക്കും. ഹസൻ റളിയല്ലാഹു അൻഹു മദീനയിലെ ഒരു ഭാഗത്ത് തന്റെ പ്രബോധന പ്രവർത്തനവും സേവനവും കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്നിടയിൽ അദ്ദേഹം അള്ളാഹുവിലേക്ക് അദ്ദേഹത്തിന്റെ വിധി അനുസരിച്ച് മരണപ്പെട്ടു പോവുകയാണ്.
അങ്ങനെ അദ്ദേഹത്തിന്റെ നീളം കുപ്പായം അഴിച്ച് അദ്ദേഹത്തെ കുളിപ്പിക്കാൻ വേണ്ടി എടുത്ത സന്ദർഭത്തിൽ തോളിലൊരു തഴമ്പ് കണ്ട് കുളിപ്പിക്കുന്ന കുടുംബാംഗങ്ങളൊക്കെ ആൾക്കൊന്നും മനസ്സിലായില്ല. എന്തിനാണ് ഈ തഴമ്പ്, എന്താ സംഭവം എന്ന് മനസ്സിലായില്ല അത്രേ. അങ്ങനെ അദ്ദേഹത്തെ മറമാടി ആഴ്ചകൾക്ക് ശേഷമാണത്രേ ആ പ്രദേശത്തെ പാവങ്ങളായ പല ആളുകളും വീട്ടിലേക്ക് വന്നിട്ട് അഭിപ്രായം പറയുന്നത്. ഞങ്ങളുടെ വീടുകളിൽ മാസങ്ങളോളം ഞങ്ങളെ ഊട്ടിയിരുന്നത്, വീട്ടിലിങ്ങനെ ഭക്ഷണത്തിന് ആവശ്യമായ ഭക്ഷണ പദാർത്ഥം, മാവ്, അതൊക്കെ എത്തിച്ചു തന്നിരുന്നത് കൈകൾ ഒരു പക്ഷേ ഹസൻ റളിയല്ലാഹു ആയിരിക്കും. അവർക്ക് ഉറപ്പില്ല. രാത്രി സമയങ്ങളിൽ വീടിന്റെ ഉമ്മറത്ത് സഞ്ചിയെത്തും, ഭക്ഷണ സഞ്ചിയെത്തും, ആർക്കും അറിയില്ല. ആ വീട്ടിലെ അംഗങ്ങൾക്കനുസരിച്ച് എത്ര ദിവസം ഉപയോഗിക്കുന്നത് കൃത്യമായി അറിയുന്ന വ്യക്തി. കാരണം എന്താ, ആ ഭക്ഷണ സഞ്ചി അങ്ങനെ കഴിയുന്നതോടുകൂടി ആ അടുത്ത സഞ്ചി അവിടെ എത്തും. അങ്ങനെ മാസങ്ങളോളം പല വീടുകളെയും മക്കളുടെ പശി അടക്കിയിട്ടുള്ള പോന്നിരുന്നത് ആർക്കും അറിയാതെ ഇരുട്ടിൽ സേവനം ചെയ്തൊരു മനുഷ്യൻ ഒരുപക്ഷേ ഈ തഴമ്പ കണ്ട് അങ്ങനെ ആഴ്ചകൾ കഴിഞ്ഞിട്ട് അഭിപ്രായം പറയുകയാണ്, ഒരുപക്ഷെ അദ്ദേഹമായിരിക്കാം. അങ്ങനെയായിരുന്നു അവരുടെ സേവനങ്ങൾ. അവരാളുകൾക്ക് മുമ്പിൽ കാണിക്കുന്നതിനേക്കാൾ അവരത്രമാത്രം അവരെ കൽബുകള് അങ്ങനെ അള്ളാഹു എന്താ വിഷയത്തിൽ ശ്രദ്ധിക്കും, അള്ളാഹുവിന്റെ തണൽ ലഭിക്കാനും അള്ളാഹുവിന്റെ സംരക്ഷണം ലഭിക്കുവാനും അള്ളാഹു അത് സ്വീകരിക്കുവാനും വേണ്ടി പ്രവർത്തനങ്ങളുടെ ആ റൂഹിനെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തനങ്ങളിൽ എത്ര നിസ്സാരമായ പ്രവർത്തനങ്ങളായാലും അതിൽ ആ തഖ്വ ചോർന്നു പോവാതെ, അതിന്റെ റൂഹ് നഷ്ടപ്പെടാതെ, ആത്മാവ് നഷ്ടപ്പെടാതെ അവര് പ്രവർത്തനങ്ങളിൽ എത്തിയിരുന്നു എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ഞാൻ ആമുഖമായി ഓതി വെച്ച വചനം 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ എന്ന് പറയുന്ന അധ്യായത്തിലെ 60 മുതൽ 57 മുതൽ തുടങ്ങുന്ന 61 വരെ തുടങ്ങുന്ന വചനങ്ങളാണ് ഞാൻ ആമുഖമായി ഓതി വെച്ച വചനം. അവിടെ വിശ്വാസിനികളായ ആളുകളുടെ സ്വഭാവ ഗുണങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരികയാണ്. അവിടെ ഓരോ സ്വഭാവങ്ങൾ പറഞ്ഞു വരികയാണ്. ഖുർആനിൽ പല ആയത്തുകളിലൂടെയും വിശ്വാസിനികളായ ആളുകളുടെ ഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർദ് 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാന്റെ അവസാന ഭാഗം. അവിടൊക്കെ അവരുടെ നടത്തം പോലും കുറെ നമുക്ക് പഠിച്ചെടുക്കാനുണ്ട്. കുറെ നമുക്ക് ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനുണ്ട്. ഈ ഖുർആൻ അവതീർണമായ മാസത്തിലൂടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇന്നത്തെ ഈ ഒരു ചർച്ചയിൽ ഓർമ്മപ്പെടുത്താനുള്ളത്, അങ്ങനെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളുമായ ആളുകളുടെ സ്വഭാവ ഗുണങ്ങൾ ഇങ്ങനെ പറഞ്ഞു 57 മുതൽ തുടങ്ങുന്ന വചനങ്ങൾ. ഇന്നല്ലദീനഹും മിൻ ഖശ്യതി റബ്ബിഹിം മുശ്ഫിഖൂൻ. അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ പ്രാർത്ഥനയും അവരെല്ലാം ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് നിശ്ചയമായും തങ്ങളുടെ റബ്ബിനെ പേടിച്ചത് നിമിത്തം, റബ്ബിനെ ഭയപ്പെട്ടൊരു നിമിത്തം അവർ വലിയ വലിയ മുശ്ഫിഖീങ്ങളായി, വളരെ ഭയത്തോടുകൂടി ഭയപ്പാടുള്ള ആളുകളായിട്ടാണ് അവർ ജീവിക്കുക എല്ലാ സന്ദർഭത്തിലും. വല്ലദീനഹും ബിആയാതി റബ്ബിഹിം യുഅ്മിനൂൻ. തങ്ങളുടെ റബ്ബിന്റെ ആയത്തുകളെ, ദൃഷ്ടാന്തങ്ങളെ, ലക്ഷ്യങ്ങളിൽ, അള്ളാഹുവിന്റെ ലക്ഷ്യങ്ങളിൽ വിശ്വസിക്കുന്നവരായ ആളുകളാണ് അവർ. അവിടെ ആയത്ത് എന്നതിന് അമാനി മൗലവി കൊടുത്തിട്ടുള്ള അർത്ഥം ലക്ഷ്യങ്ങൾ എന്നാണ്. തങ്ങളുടെ റബ്ബ് എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് വെച്ചിട്ടുള്ളത് ആ ലക്ഷ്യങ്ങളെ കുറിച്ച് കൃത്യമായി വിശ്വസിക്കുന്ന ആളുകളാണ് അവർ. വല്ലദീനഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ. അവർ തന്റെ റബ്ബിലേക്ക് ഒരു കാരണവശാൽ ഒരു നിലക്കും അവർ ശിർക്ക് ചെയ്യാത്തവരാണ്. വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും. വല്ലദീന ആ വിഭാഗം ആളുകൾ, യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജ്ല. അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ അവർ ദാനധർമ്മം നിർവഹിക്കുകയും ചെയ്യുന്നവരാണ്. അവരുടെ ജീവിതത്തിൽ ശിർക്ക് കടന്നുകൂടാത്തവരാണ്. അവർ ജീവിതത്തിൽ അള്ളാഹിനെ ഭയപ്പെട്ട് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നോക്കിയും കണ്ടും മനസ്സിലാക്കിയും അള്ളാഹുവിനെ അനുസരിച്ച് വിശ്വാസിയുടെ എല്ലാ അടയാളവും കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്നവരാണവർ. എന്നിട്ടും അവരുടെ കൽബുകള് എന്താണ്? അള്ളാഹുവിലേക്ക്, അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് ഏറെ പേടിച്ചവരാണവർ. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. അതിന്റെ കാരണം എന്താണെന്നറിയോ? അന്നഹും, തീർച്ചയായിട്ടും അവർക്കറിയാം, ഇലാ റബ്ബിഹിം റാജിഊൻ, ഞങ്ങളൊക്കെ റബ്ബിലേക്ക് മടങ്ങി ചെല്ലവരാനുള്ളവരാണ്, അവർക്കറിയാം. അതുകൊണ്ട് നാളെ റബ്ബിനെ കണ്ടുമുട്ടാനുള്ളവരാണെന്നറിയാം. അപ്പൊ നമ്മൾ ചെല്ലുമ്പോ, അവിടെ ചെല്ലുന്ന വേളയിൽ എന്റെ നോമ്പും എന്റെ ആരാധന കർമ്മവും എന്റെ പെരുമാറ്റവും ഒരു പക്ഷെ ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവൂല. പക്ഷെ എന്റെ റബ്ബ് അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അള്ളാഹിന്റെ പക്കൽ അത് രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടുണ്ടാവും. അവിടെ ചെല്ലുന്ന സമയത്ത് അവര് ഇത് എടുത്തു നോക്കിയിട്ട് അള്ളാഹിന്റെ മുമ്പിൽ ഇത് കാണിക്കാനുള്ളതാണ്, അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ളതാണ് എന്നുള്ള ഓർമ്മയിലായിരിക്കും
അവരോരോന്നും ചെയ്യുക എന്നാണ് ഈ വചനം അവിടെ പഠിപ്പിച്ചിരുന്നത് അല്ലേ. മദീനയിലെ ഒരു സഹാബിയുടെ ചരിത്രം പറയുന്നുണ്ട്. സന്ദർഭോചിതമായി ഒന്ന് ഓർമ്മപ്പെടുത്തുക എന്ന് മാത്രം. തെരുവിൽ ഇങ്ങനെ താൻ നെയ്ത് വെച്ചിട്ടുള്ള വിരിപ്പുമായി, നല്ല നെയ്ത്തുകാരനായ അദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ള വിരിപ്പുകൾ ഇങ്ങനെ വളരെ ആവേശത്തിൽ ഇങ്ങനെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കാം. ആ സമയത്താണ് ഒരു ഷെയ്ഖായിട്ടുള്ള മനുഷ്യൻ വന്നിട്ട് ഒരു വിരിപ്പെടുത്തിട്ട് പറഞ്ഞു, എനിക്കത് ഇഷ്ടമായി, പക്ഷേ ഇതിന്റെ ഈ സൈഡിലൂടെയുള്ള ലൈനൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്നുകൂടി ഭംഗിയാക്കിയിട്ട് കുറച്ചുകൂടി വലുപ്പത്തിൽ ചെയ്തിരുന്നെങ്കിൽ നല്ല വില കിട്ടുമായിരുന്നു. അതൊന്ന് ചെറുതായി പോയി, അതിന്റെ ആ അരികൊക്കെ ഒന്ന് എംബ്രോയിഡറി കളറൊക്കെ ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ നീ പറയുന്ന വിലക്ക് അത് വിൽക്കാമായിരുന്നു എന്ന് ഒരു ചെറു വിരിപ്പെടുത്തിട്ട് വലിയ വിലപിടിപ്പുള്ളതും വലിയ വിശാലമായതുമൊക്കെയായ വിരിപ്പുകളൊക്കെ അപ്പുറത്തട്ടിയും വിരിച്ചിട്ടുണ്ട്. അതിലൊരു ചെറിയ വിരിപ്പെടുത്തിട്ട് അബീ സലമയെ ചൂണ്ടിയിട്ട് അദ്ദേഹത്തോട് ഇങ്ങനെ അഭിപ്രായം പറഞ്ഞതാണ്. നേരത്തെ ഈ പ്രവർത്തനങ്ങളൊക്കെ മുഴുകിയിട്ടുള്ള അത്യാവശ്യം ഈ ഒരു നെയ്ത്തിലൊക്കെ പാടവമുള്ള ഒരു ഷെയ്ഖായ കുറച്ച് പ്രായം ചെന്ന ഒരു മനുഷ്യന്റെ അഭിപ്രായം കേട്ട് അബീ സലം ഒന്ന് ചിന്തിക്കുകയും അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയും ഏറെ വിഷമത്തോടു സങ്കടത്തോടുകൂടി അടക്കി പിടിച്ച ആ കരച്ചിൽ പുറത്തു വരികയും വാവിട്ട് കരയുകയും, ആ സംഭവം അങ്ങനെയാണ്, അതിലെ വാക്കുകൾ അങ്ങനെയാണ്, വാവിട്ട് കരയുകയും മദീനയിൽ ഇങ്ങനെ ആ സാധനം വാങ്ങിക്കാൻ എത്തിയ ആളുകളുടെ ആൾക്കൂട്ടത്തിന് മുമ്പിൽ അതൊരു ചർച്ചയാവുന്ന രൂപത്തിലൊരു കരച്ചിൽ അവിടെ നടക്കുകയാണ്. എന്താ കാരണം? ആ മനുഷ്യൻ, ആ ഷെയ്ഖായ മനുഷ്യൻ അദ്ദേഹത്തെ തോളിൽ കൈയിട്ടിട്ട് പറഞ്ഞു, താങ്കൾ എന്തിനങ്ങനെ കരയുന്നത്? അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഞാനൊരു അഭിപ്രായമാണ്, ഇത്ര പൊട്ടിപ്പോകുന്ന കൽവാണോ നിങ്ങളുടേത്? എന്തു പറ്റി നിങ്ങൾക്ക്? അങ്ങനെ തുടങ്ങിയിട്ട് അവിടെ സംസാരങ്ങളൊക്കെ ചുരുക്കുകയാണ്. അവിടെ അബീ സലമ തിരിച്ചു പറഞ്ഞു, നിങ്ങൾ ഒരു 5 മിനിറ്റ് കൊണ്ട് എന്റെ വിരിപ്പൊന്നും എടുത്തൊരു അഭിപ്രായം പറഞ്ഞു. ഈ അഭിപ്രായം പറഞ്ഞത് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം എന്താണ്, എനിക്ക് പേർഷ്യയിൽ നിന്നും റോമിൽ നിന്നൊക്കെ നല്ല നൂലും സംവിധാനങ്ങളൊക്കെ കിട്ടിയാൽ, കുറച്ച് സമയം എനിക്ക് കിട്ടിയാൽ ഇതൊക്കെ മാറ്റം വരുത്താൻ എനിക്ക് കഴിയും. നല്ല നിങ്ങൾ പറയുന്ന രൂപത്തിലേക്ക് എനിക്കത് ക്രമീകരിക്കാൻ എനിക്ക് കഴിയും. പക്ഷെ ഞാൻ എന്റെ റബ്ബിലേക്ക് ചില വിരിപ്പുകൾ നെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്റെ ആരാധനകളുടെ, നമസ്കാരത്തിന്റെ, നോമ്പിന്റെ, എന്റെ അങ്ങനെ ഇടപാടുകളുടെ വിരിപ്പുകളൊക്കെ നെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ നെയ്ത് കഴിഞ്ഞു. നാളെ റബ്ബ് അതൊക്കെ എടുത്തിട്ട് നിങ്ങൾ റബ്ബിലേക്ക് നിർവഹിച്ച ആരാധനയിൽ, നോമ്പിൽ എന്താ തഖ്വയുടെ നൂല് മങ്ങിയിരിക്കുന്നുണ്ടല്ലോ, സൂക്ഷ്മത കാണുന്നില്ലല്ലോ, ഒന്നുകൂടി മനോഹരമാക്കേണ്ടിയിരുന്നല്ലോ എന്നൊക്കെ ചൂണ്ടി നാളെ റബ്ബ് ഓരോ വിരിപ്പുകളെടുത്ത് ഇബാദത്തിന്റെ, ആരാധനയുടെ, സൽക്കർമ്മത്തിന്റെ വിരിപ്പെടുത്തിട്ട് അല്ലാഹു തആല അഭിപ്രായം പറയുമ്പോ എനിക്ക് വീണ്ടും തിരിച്ചു വന്ന് അങ്ങനെ അതിലെ പോരായ്മകൾ മാറ്റാനുള്ള അവസരമില്ലല്ലോ. അതാണ് എന്നെ കരയിപ്പിച്ചതെന്ന് അദ്ദേഹം പറയണ്ടായി. അതാണ് ഇവിടെ ഞാൻ സൂചിപ്പിച്ചത്. അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുന്ന ആളുകളാണ്. എന്നിട്ടും അവരുടെ കൽബുകൾ ഇങ്ങനെ പേടിയിലാണ്. അന്നഹും, കാരണം എന്താണ്? തീർച്ചയായിട്ടും അവർ ഇലാ റബ്ബിഹിം റാജിഊൻ, അവർക്കറിയാം നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു പോകും. നമ്മക്കാണത് ഓർമ്മയില്ലാത്തത്. ഏറ്റവും നല്ല നമസ്കാരം ഏതാ? ഏറ്റവും നല്ല ആരാധനകർമ്മം ഏതാ? തന്റെ അവസാനത്തതായി കണ്ടുകൊണ്ടുള്ള നമസ്കാരമായിരിക്കും ഏറ്റവും നല്ല നമസ്കാരം എന്ന് ഇസ്ലാം ദീൻ പഠിപ്പിക്കുന്നുണ്ട്. എന്റെ അവസാനത്തെ അവസരം ഇന്നിങ്ങനെ നോമ്പ് നോറ്റ എന്റെ മനസ്സിലെ ചിന്ത എന്താ? എനിക്ക് എത്ര നോമ്പുണ്ട്, ഞാനിപ്പോ എത്ര കഴിഞ്ഞ കൊല്ലം നോറ്റ് ഇനി എത്ര നോമ്പുണ്ട്, ഇനിയും ബാക്കിയാ. എന്റെ മനസ്സിൽ അങ്ങനെയാണ്. അതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. പുളിക്കലിനടുത്തുള്ള, എന്റെ വീടിനടുത്തുള്ള അരൂരിൽ ഇസ്ഹാഖ് നമുക്കൊക്കെ സുപരിചിതനാണ്. നോമ്പിന്റെ തൊട്ടാഴ്ച മുമ്പ് മരണപ്പെട്ട ഇസ്ഹാഖ് സാഹിബ് അറിയാത്തവരുണ്ടാവില്ല. പലരും മയ്യിത്ത് നിസ്കാരത്തിന് അവിടെ എത്തിയിട്ടുണ്ടാവും. ആയിരങ്ങള് മയ്യിത്ത് നിസ്കരിക്കാൻ അവിടെ ഉണ്ടായിരുന്നു. അവിടുത്തെ ആ പള്ളിയിലെ 1ാമത്തെ 2ാമത്തെ 3ാമത്തെ നില നിറഞ്ഞിട്ട് പിന്നെ അതിന്റെ ശേഷം 2ാമത്തെ ഒരു തവണയായി നമസ്കരിച്ചു. പിന്നെ ഖബറടക്കം കഴിഞ്ഞതിന് ശേഷം അവിടെ വീണ്ടും ആ ഖബർസ്ഥാനിൽ വീണ്ടും നമസ്കാരം നടക്കുകയാണ്. എന്താ കാരണം? അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു. തൊട്ടടുത്ത് കൊണ്ടോട്ടി എയർപോർട്ടിന്റെ അടുത്ത് സ്കൂൾ അധ്യാപകനാണ്. കൊറോണയുടെ സമയത്ത് എല്ലാം നിലച്ചപ്പോ അദ്ദേഹം സൗദിയുടെ ഓൺലൈൻ വഴിയുള്ള വെളിച്ചം പദ്ധതിയുള്ള ഖുർആൻ പഠിക്കുകയാണ്. അതിൽ അദ്ദേഹം ആവേശം കൊള്ളുകയാണ്. അവിടെ മുതൽ 2019 മുതൽ തുടങ്ങിയിട്ടുള്ള അദ്ദേഹത്തിന്റെ പഠനം, അവിടുന്ന് അങ്ങോട്ടുള്ള വെളിച്ചം ഖുർആൻ ക്വിസിൽ ഇന്ത്യക്കകത്തും പുറത്തുള്ള എല്ലാത്തിലും ഫസ്റ്റ് റാങ്കാണ്, എല്ലായിടത്തും. അങ്ങനെ അദ്ദേഹം ഖുർആനെ സ്നേഹിച്ചു, അങ്ങനെ ഖുർആനെ പഠിച്ചു. അരൂര് മുജാഹിദ് പള്ളിയുടെ സലഫി മസ്ജിദിനെ തൊട്ട ഓരത്തന്നെ അദ്ദേഹം താമസിക്കുന്നത്.
അങ്ങനെ താമസിച്ചു വന്നിട്ടുള്ള ഒരാൾ ഒരു പക്ഷേ എന്നെക്കാളും നമ്മളെക്കാളും നെയ്യിരിക്കുന്നല്ലേ നമ്മളെക്കാളും ഒക്കെ ഒരു പക്ഷെ അദ്ദേഹം കൊതിച്ചിട്ടുണ്ടാവും 2024 റമളാൻ. കാരണം എന്താണ്? ഒന്ന്, ഖുർആനെ കൂടുതലായി പഠിച്ച, ഖുർആൻ അവതീർണമായ മാസം ഏറ്റവും മനോഹരമാക്കണമെന്ന് ഖുർആൻ പഠിതാവായിട്ടുള്ള, അങ്ങനെ ഖുർആന്റെ രംഗത്ത് ഏറ്റവും ആ രൂപത്തിൽ ഖുർആൻ അടുത്ത് ജീവിക്കുന്ന ഇസ്ഹാഖ് സാഹിബ് കൊതിച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ നമ്മളെ വീടിനേക്കാൾ അടുത്ത്, പള്ളിയുമായിട്ട് അടുത്ത് വീടുള്ള മനുഷ്യനാണ്. അദ്ദേഹം കരുതിയിട്ടുണ്ടാവും പള്ളിയിൽ ഇഅ്തികാഫും പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടി ഇടപെടണം, കുറച്ചുകൂടി പള്ളിയോട് അടുത്ത് ഈ 2024 ഇരിക്കണമെന്ന് ഒരു പക്ഷെ നമ്മളെക്കാൾ കൊതിച്ചിട്ടുണ്ടാവും, ആഗ്രഹിച്ചിട്ടുണ്ടാവും. പക്ഷെ അദ്ദേഹത്തിന് സാധിച്ചില്ല. പലരും അവിടെ വെച്ച് അഭിപ്രായം പറഞ്ഞു, റമളാൻ തുടങ്ങിയിട്ട് അതിന് പുലരിൽ 1-2 നോമ്പെടുത്തിട്ട് ഒരു യാത്രയായിരുന്നെങ്കിൽ അല്ലേ, അതിൽ കാല് വെച്ച് ഒരു യാത്രയായിരുന്നെങ്കിൽ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അതുപോലും കിട്ടിയില്ല. അപ്പൊ നമ്മൾ ആഗ്രഹിച്ചിട്ടോ കൊതിച്ചിട്ടോ കാര്യമില്ല. അങ്ങനെ തന്നെ പല ആളുകളും യാത്രയിലാണ് അല്ലേ. പലർക്കും ഈ അവസാനത്തെ അദ്ദേഹത്തിനൊക്കെ കിട്ടിയ നോമ്പ് 2023 നോമ്പാ, കിട്ടിയിട്ടില്ല. ഒരു പക്ഷേ അവരൊന്നും മനസ്സിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. അദ്ദേഹം പുളിക്കലെത്തി നാട്ടിലേക്ക് പോവാണ്. ആ ഭാഗമൊക്കെ എപ്പോഴും അവിടെ ഉണ്ട്. ആ ചുമരിൽ റഷീദ് മാഷിന്റെ വീടിന്റെ ആ ചുമരിങ്ങനെ ആ തലൊക്കെ വന്ന് അടിച്ച് അവിടെ ആ ചോരപ്പാടുകളൊക്കെ കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്നു. മനസ്സിൽ പോലും ആരും കരുതിയിട്ടുണ്ടാവില്ല. ഞാൻ അങ്ങനെ സൂചിപ്പിക്കാനുള്ള കാരണം നമുക്കൊക്കെ സുപരിചിതനായ ഒരാളെന്ന നിലക്കാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു യാത്ര, അത് എന്റെ അവസാനത്തെ അതായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല. എനിക്കിനി എത്ര ഉണ്ടെന്നുള്ള ചിന്തയാണ്. ഈ നോമ്പ് 2023 നോമ്പായി അദ്ദേഹത്തിന്റെ അവസാനമായി മാറി. എന്റെ എപ്പ അവസാനിക്കും? ഞാൻ മരിക്കണമെന്നില്ല. ഒരാളുടെ നോമ്പ് നിലച്ചു പോവാൻ, തറാവീഹിനും ജമാഅത്തുകൾക്കും പള്ളിയിൽ വരാൻ മരിച്ചു പോകണമെന്നില്ല. ഉണ്ടോ? അസർ നിസ്കരിച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒന്ന് നോമ്പ് തുറക്കാൻ നേരത്തെ തുപ്പിയപ്പോ, പുറത്തോട്ട് ഇങ്ങനെ തുപ്പിയപ്പോ കഫത്തിന്റെ കൂടെ കുറച്ച് ചോര, രക്തത്തിന്റെ കണം വന്നു. എന്താ ചെയ്യാ? മലമൂത്ര വിസർജനം നിർവഹിച്ചപ്പോ അതിൽ രക്തപ്പാടുകൾ, രക്തക്കറ വന്നു, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായി. നമ്മൾ എന്താ ചെയ്യാ? ഉടനെ ഹോസ്പിറ്റലിൽ എത്തൂലേ? എത്ര ആളുകളാ ഇരിക്കുന്ന ഇരുത്തത്തിൽ. സാധാരണ ഇരുത്തത്തിൽ ഒന്ന് പ്രഷർ ഒന്ന് കൂടിയതാ. എന്തെല്ലാം പ്രശ്നങ്ങൾ, എന്തെല്ലാം പ്രതിസന്ധികൾ. നോമ്പിനിടയിലൊക്കെ ആ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ചെറിയ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒന്ന് ബാത്റൂമിലേക്ക് ഇറങ്ങി ഓടുകയാണ്, പള്ളിയുടെ പ്രവർത്തനത്തിലേക്ക്. ഒന്ന് സ്ലിപ്പായി വീണിട്ട് എത്ര ആളുകൾ, നമുക്കെന്നെ സുപരിചിതം എത്ര ആളുകൾ ആ വീഴ്ചയിൽ പിന്നെ പള്ളിയിലെത്തിയിട്ടില്ല. പിന്നെ ആ മനുഷ്യനെ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. പള്ളിയുടെ ഓരത്ത് കിടക്കുന്ന ആൾ കണ്ണീർ വാർത്തുകൊണ്ട് കേൾക്കുന്നുണ്ട് തറാവിയക്ക് ഇമാമ് നിൽക്കുന്നത്. അവിടത്തെ 8 കഴിഞ്ഞ് 9ാമത്തെ റക്അത്തിലെ സൂറത്തുൽ അലയും 10ലെ സൂറത്തുകളും ഓതുന്നതൊക്കെ അദ്ദേഹം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. തനിക്ക് അവസരം ലഭിച്ച സമയത്ത് അതിനൊന്നും സമയം കണ്ടെത്താൻ പറ്റിയിട്ടില്ല. തറാവികൾ അഖിലവും മിസ്സായി പോയിട്ടുണ്ട്, അങ്ങാടിയിലായി പോയിട്ടുണ്ട്. അങ്ങനെ കൂട്ടുകൂടി സൽക്കാരങ്ങളിൽ പരിപാടിയിലൊക്കെ അങ്ങനെ പോയിട്ടുണ്ട്. അപ്പൊ പിന്നെ വെച്ച് കരഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ എന്റെ മുമ്പിൽ ഇനി എത്ര അവസരങ്ങൾ ഉണ്ടാവും. നമ്മളിങ്ങനെ കാത്തിരിക്കുക, നമ്മളതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഒരു സാങ്കല്പിക കഥയുണ്ട്. സാങ്കല്പിക കഥ. റൂഹ് പിടിക്കുന്ന മാലാഖ നാട്ടില് റൂഹ് പിടിക്കാൻ എത്തിയപ്പോ ഒരു മനുഷ്യനായിട്ട് ചങ്ങാത്തം കൂടിയത്രേ. എന്നിട്ട് പറഞ്ഞു, നീ ഇപ്പൊ റൂഹ് പിടിക്കാൻ വന്നു എന്റെ അയൽവാസിയെ, എന്റെ അടുത്ത് വരുന്നതിന്റെ മാസങ്ങൾക്ക് മുമ്പേ എന്നെ ഒന്ന് അറിയിക്കണം. എന്തിനാണ്? എനിക്കൊന്ന് ഒരുങ്ങാനാണ്. വർഷങ്ങൾ കഴിഞ്ഞു, ഈ മനുഷ്യൻ വലിയ ആളായി. റൂഹ് പിടിക്കുന്ന മാലാഖ വന്നു. എന്നല്ലല്ലോ അല്ലെ, എന്നെ ആണെങ്കിലും മുമ്പ് അറിയിക്കുമല്ലോ, നിന്നെ പിടിക്കാൻ തന്നെയാണ്, നിന്റെ റൂഹിനെ പിടിക്കാൻ. അപ്പൊ നമ്മളൊരു കരാറിലെത്തിയിരുന്നല്ലോ, എനിക്ക് സന്ദേശം നൽകും, എനിക്ക് മുന്നറിയിപ്പ് നൽകും. അപ്പൊ അദ്ദേഹം, ആ മാലാഖ പറയാണ്, ഞാൻ അന്ന് വന്ന സമയത്ത് നീ രക്തത്തുടിപ്പുള്ള നല്ല സൗന്ദര്യവാനായ നല്ല യുവാവായിരുന്നല്ലോ, ഇന്നെന്താ ഒക്കെ ചുക്കിച്ചുളിഞ്ഞി, എല്ലാം മാറിയില്ലേ? അന്ന് നിന്റെ തലമുടിയൊക്കെ കറുത്ത് ഇടതൂർന്ന തലമുടിയായിരുന്നല്ലോ, ഇന്ന് അതെല്ലാം മാറിയില്ലേ? അന്ന് നിന്റെ കാഴ്ച എങ്ങനെയായിരുന്നില്ലല്ലോ, നല്ല മൂർച്ചയുള്ള കാഴ്ച. ഇന്ന് നീ കണ്ണടക്ക വെച്ചാണല്ലോ ഇരിക്കുന്നത്. ഇന്ന് നോക്ക്, നിന്റെ ശരീരത്തിന്റെ പല ഭാഗത്തും വേദനയാണ്. ഇതൊക്കെ പഠിപ്പിച്ചിരുന്നെന്താ? ഇതൊക്കെ നിന്നോട് പറയാതെ പറഞ്ഞു തരുന്നത് എന്താണ്? തിരിച്ചു പോവാനുള്ള സമയമായിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ നമുക്കതൊന്നും ഒരു മുന്നറിയിപ്പായിട്ട് തോന്നുന്നില്ല. ഒരു ചെറിയൊരു കവിതയുണ്ട്, പേനയും പേപ്പറും എന്നൊരു കൊച്ചു കവിതയുണ്ട്. ആ കവിതയിൽ പേന പറയുന്നുണ്ട്, ഞാൻ വെളുത്ത പേപ്പറിൽ, അല്ലേ, നമ്മളൊക്കെ സാധാരണ വെളുത്ത പേപ്പർ എടുക്കല്ലോ, വെളുത്ത പേപ്പറിൽ
കറുത്ത മഷിയായിട്ട് എഴുതും എന്ന് പേപ്പറിനോട് പറയുന്നുണ്ട്. അത് കേട്ടിട്ട് സമയം പറയുന്നുണ്ട്, ഞാൻ അങ്ങനല്ല. നിങ്ങൾ പേനയും പേപ്പറും പോലെയല്ല. ഞാന് കറുത്ത പേപ്പറിൽ വെളുത്ത മഷിയായിട്ടാണ് ഞാൻ വരയ്ക്കുക. എന്താണത്? കറുത്ത തലമുടിയിൽ വെളുത്ത വരയിട്ട്. അങ്ങനെയാണ് സമയം നമ്മളെ അറിയിച്ചു തരുന്നത്. അപ്പൊ നമുക്കതൊരു ഓർമ്മ ഉണ്ടായാൽ മതി, നമ്മളെ കൊണ്ട് പോവേണ്ടി വരുന്നുള്ള ചിന്ത ഉണ്ടായാൽ മതി. വൈഫിന്റെ പ്രസവമൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരാഴ്ച മെഡിക്കൽ കോളേജിലായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് യാദൃശ്ചികമായിട്ട് കോട്ടക്കൽ ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടു. റമദാൻ 5, 6, 7, 8, 9, 10 ഒക്കെ ഇവിടെ തന്നെയാണ്. കോട്ടക്കൽ മിംസിൽ നിന്ന് തന്റെ സഹോദരി, 34 വയസ്സായ സഹോദരി, അവിടെ നിന്ന് കാണിച്ചിട്ട് നേരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണ്. ബ്രസ്റ്റില് ഒരു തുടിപ്പ്, അത്രേ ഉള്ളൂ, വേദന ഒന്നുമില്ല, ഒരു തുടിപ്പ്. അതിന്റെ വളർച്ച, അത് ക്യാൻസറായി ഡയഗ്നോസിസ് ചെയ്ത് ഇപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിലാ. നോമ്പൊക്കെ നഷ്ടപ്പെട്ടു, എല്ലാവർക്കും പ്രയാസമായി. അപ്പൊ ചെറിയ തുടിപ്പുകളും ചെറിയ തടിപ്പുകളും ചെറിയ വീഴ്ചയും ചെറിയ പൊള്ളലുകളും. നമ്മളിങ്ങനെ നടന്നു പോവാണ്, നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സഞ്ചാരങ്ങളൊക്കെ ചിലപ്പോൾ ബ്രേക്കിലാവും. നമ്മൾ 40-ലാവും പോണത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നവൻ ഒരുപക്ഷേ അവനായിരിക്കും കാരണം. അതൊക്കെ അങ്ങനെയൊക്കെ എത്ര അപകടങ്ങള്. കോഴിക്കോട് ഒരു ടീച്ചറും മാഷും ബൈക്കിൽ ദാരുണമായി മരണപ്പെട്ട ഒരു വാർത്ത ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസം. കോഴിക്കോട് ഇങ്ങനെ ഹൈവേന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ. ആ തൊണ്ടയാടൻ കഴിഞ്ഞ ഉടനെ ഹൈവേയിലൂടെ ടീച്ചറും അമുസ്ലിം ടീച്ചറും മാഷും, വളരെ പ്രിയപ്പെട്ട ഒരേ സ്കൂൾ വർക്ക് ചെയ്യുന്ന ടീച്ചറും മാഷും ഇങ്ങനെ ബൈക്കിൽ പോകുന്ന സമയത്ത് ബാക്കിൽ വരുന്ന ടൂറിസ്റ്റ് ബസ്സിൽ ഫ്രണ്ടിലേക്ക് ഒരു ക്യാമറ ഉണ്ട്. ആ ക്യാമറയിലെ വീഡിയോയിലൂടെയാണ് പിന്നെ ഈ മരണകാരണമൊക്കെ അറിയുന്നത്. ആ ക്യാമറ കണ്ണിലൂടെ കാണുന്നുണ്ട്. എങ്ങനെയെന്നറിയോ? അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൽ ടൂറിസ്റ്റ് ബസ്സിൽ നല്ല സൗകര്യത്തിൽ കുറെ ആളുകളായിട്ട് പോകുന്ന ബാക്കിലിങ് വന്നുകൊണ്ടിരിക്കുക. അവിടൊക്കെ JCB പണി നടക്കുന്നുണ്ട്, റോഡ് വീതി കൂട്ടുന്നുണ്ട്, ഹൈവേയുടെ പണി നടക്കുന്നുണ്ട്. ഡ്രൈവർ ഒരു അല്പസമയം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോഴേക്കും മുമ്പിൽ അങ്ങോട്ട് ബ്ലോക്ക് വന്നിട്ടുണ്ട്, വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ട്. പിന്നിലുള്ള ബസ്സുകാരൻ ഇത് കണ്ടില്ല. ബസ്സുകാരൻ നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോഴേക്കും തൊട്ട മുമ്പിലെത്തി ആ വാഹനത്തെ ഇടിച്ച് അവസാന നിമിഷം ആ ടീച്ചർ ഇങ്ങനെ ബാക്കിൽ വരുന്ന വാഹനത്തെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നു, വന്നിടിക്കുന്നു. തൊട്ട മുമ്പിലുള്ള വലിയ ലോറിയുമായിട്ട് അത്ര അതിൽ ആ ബ്ലോക്കിലേക്ക് കയറി ചെന്നിട്ടുള്ള ഈ വാഹനം ഇടിച്ച് ദാരുണമായി മരണപ്പെടുന്നു. ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ നമ്മളിങ്ങനെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ സൂചിപ്പിച്ചു വന്നത് ഇതൊക്കെ എൻ്റെ അവസാനത്തതായിട്ട് എനിക്ക് കാണാൻ പറ്റണം. ഇന്ന് ആലോചിച്ച് നോക്കുക, നമ്മളിങ്ങനെ ഇബാദത്ത് ചെയ്യാം. ഈ ഇബാദത്തിൽ അങ്ങനെ ഒരു ജാഗ്രത എനിക്ക് വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ ഇവിടെ ഒന്നുമല്ല. നമുക്ക് അങ്ങനെ ഒരു ശ്രദ്ധ എൻ്റെ യുവാക്കളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. മുസ്ലിം യുവാക്കള് നിങ്ങൾ ഇന്നൊന്ന് എടുത്തു നോക്കി. ഈ ചെമ്മാട് അങ്ങാടി വേറെ അങ്ങോട്ടും പോകണ്ട, ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി ഈ അങ്ങാടിയിലൂടെ ഒന്ന് ചെന്ന് നോക്കിയാൽ അറിയാം. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല, ഞാനടക്കം നമ്മളെ കുടുംബത്തെ ഒന്ന് ശ്രദ്ധിക്കാൻ, നമുക്കൊരു ജാഗ്രത ഇനിയുള്ള ദിവസങ്ങളിലും കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കൽബിൽ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. നമുക്ക് അങ്ങനെ ഒരു പേടിയില്ല. സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം സ്വീകരിക്കോ എന്നുള്ള പേടിയാ. ഇത് നമ്മുടെ ഭാഗത്ത് നിന്ന് സ്വീകരിക്കോ, അത് സ്വീകരിക്കാൻ വേണ്ടി ഏറെ പ്രയാസപ്പെട്ട് അവർ നടക്കുന്നത്. അവരുടെ മനസ്സിൽ അങ്ങനത്തെ ചിന്തയാണ്, അള്ളാഹ് അത് സ്വീകരിക്കോ, അതിന്റെ റൂഹ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവർ ശ്രദ്ധിക്കുകയാണ് ഓരോ സന്ദർഭത്തിലും. അവിടെ നമുക്കൊരു സൂക്ഷ്മത പുലർത്താൻ ഇനിയും നമുക്ക് സമയമായിട്ടില്ലേ? ഓരോ കാര്യങ്ങൾ നമ്മളങ്ങനെ മുമ്പിൽ സഫിൽ നിന്ന് തറാവിയൊക്കെ നിസ്കരിക്കുമ്പോ എന്റെ മനസ്സിൽ എന്താ, ആരെ കാണിക്കാനാണ് ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത്? ഇമാം എഴുന്നേറ്റ് നിൽക്കുമ്പോഴേക്കും ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോ എന്നിൽ ഒരു റിയാഹാണെങ്കിൽ, ആളുകളെ കാണിക്കാനാണെങ്കിൽ അത് ശിർക്കിന്റെ ഭാഗമാണെന്ന് പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. അപ്പൊ നമ്മൾ എത്ര സൂക്ഷ്മത പുലർത്തണം, നമ്മൾ എത്ര ശ്രദ്ധിക്കണം. നമ്മളെ മനസ്സിൽ എങ്ങനെ ഒരു പൈസ എടുത്തു കൊടുക്കും, എങ്ങനെ ആവണം? ഇന്നലകളിൽ എങ്ങനെയായിരുന്നു നമ്മുടെ മനസ്സിൽ? ഖുർആൻ ഓതാനിരിക്കുമ്പോ, നമ്മുടെ ഒരു സൽക്കർമ്മത്തിൽ ഇറങ്ങിയിരിക്കുമ്പോ, നമ്മളൊരു ജമാഅത്തിന് ഓടി ചെല്ലുമ്പോ, നമ്മളിങ്ങനെയല്ലേ? ഇപ്പത്തെ ഈ ഒരു ക്ലാസ് നമ്മൾ എത്തിയപ്പോ എന്താണ് ഖുർആൻ ക്ലാസ്? വലിയ ആവേശമാണ്, ആവേശമാണ്. അങ്ങനെ ഒരാളിങ്ങനെ ഖുർആൻ ക്ലാസ്സിന്, സഹോദരി ഖുർആൻ ക്ലാസ്സിന് പോവാ. അപ്പൊ എന്തേ പോണത്? ഇന്ന് നമ്മുടെ സംഘടനയുടെ കീഴിലുള്ള ക്ലാസ്സാണ് അവിടെ. ഞാൻ പോയിട്ടില്ലെങ്കിൽ ചോദിക്കും. അതുകൊണ്ട് ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞല്ലോ. ക്ലാസ് തുടങ്ങി, എനിക്ക് കുറെ പണിയുണ്ട്, പക്ഷെ അവിടെ ഒന്ന് മുഖം കാണിക്കാൻ പോവാണ്. മുഖം കാണിക്കലാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ലോ, മുഖം കാണിക്കലാണ്. 2 കുട്ടികൾ ഓൾറെഡി ഉണ്ട്. പിന്നെ ഞാൻ എന്റെ 2 മക്കളെ അവിടെ ഏൽപ്പിക്കുകയാണ് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി. അപ്പൊ 4 കുട്ടികളായി. 4 കുട്ടികളായിട്ടാണ് എന്റെ സഹോദരി ക്ലാസ്സിന് പോണത്. അതെന്താണ് ഞാൻ സൂചിപ്പിച്ചത്? അതങ്ങനെയാണ്. ആ ഒരു സമയത്ത് ആവേശം അങ്ങനെയാണ്. പക്ഷെ ഇതിന്റെ ഈ ഒരു അന്തസത്ത ഉൾക്കൊള്ളാതെ
അതിന്റെ ആ ഒരു റൂഹ് ഉൾക്കൊള്ളാതെ, അതിന്റെ ആ തഖ്വയിലല്ലാതെ നമ്മളെ കയ്യിൽ നിന്ന് കൈവിട്ടു പോയാൽ എല്ലാം നഷ്ടത്തിലാവും. നമ്മളെ ഖബറോടുകൂടി അതൊരു ഉപകാരം ചെയ്യാതെ പോകും. എന്റെ ഖബറോടുകൂടി ഞാൻ അനുഷ്ഠിച്ച അനുഷ്ഠാനങ്ങൾ നഷ്ടപ്പെട്ടു പോവുക, അതിലും വലിയ നഷ്ടം മറ്റെന്താണ്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, പാപ്പരായ ആളുകള് അവർ നാളെ വരുമ്പോ അവരുടെ കർമ്മങ്ങൾ തന്നെ ഇല്ല, ഉള്ളത് തന്നെ മറ്റുള്ളവർക്ക് വീതിക്കപ്പെട്ടിട്ട് അവസാനം നന്മകൾ വീതിച്ചു കഴിഞ്ഞിട്ട് അവന്റെ നന്മകൾ മൊത്തം കഴിഞ്ഞപ്പോ താൻ തന്റെ പ്രവർത്തന ഫലമായിട്ട് മറ്റുള്ളവരെ നോവിച്ചതിന്റെ ഫലമായിട്ട് മറ്റുള്ളവരുടെ തിന്മ ഏറ്റെടുക്കേണ്ടി വന്നിട്ട് അവസാനം എല്ലാ ഭാരവും ഏറ്റെടുത്തിട്ട് തന്റെ പാപഭാരം മറ്റാരും ഏറ്റെടുക്കൂല എന്ന സന്ദർഭത്തിലൂടെ ഒക്കെ പ്രവാചകൻ പഠിപ്പിച്ചെന്ന പാപ്പറായിട്ടുള്ള ആളുകള് അവസാനം അവന് നരകത്തിലേക്ക് ആപതിക്കുകയാണ്. ആലോചിക്കുങ്ങള്, അതിലും വലിയൊരു നഷ്ടക്കാര് മറ്റാരുമില്ല. അപ്പൊ ഏറെ ഗൗരവത്തോടു കൂടി ആലോചിക്കുവാനും നമ്മുടെ കർമ്മങ്ങളിൽ ഈ ഒരു നഷ്ടം പറ്റാതിരിക്കാൻ, അല്ലെ, നഷ്ടം പറ്റാത്തൊരു കച്ചവടത്തെ കുറിച്ച് പഠിപ്പിച്ചിരാണ്. ആ പഠിപ്പിച്ചിരുന്നതിൽ ഉൾക്കൊണ്ട് മുന്നോട്ട് നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ വലിയ നഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ കർമ്മങ്ങളെ അതിന്റെ സ്വീകാര്യതയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഒരിക്കലുമല്ല റിയാ കടന്നുകൂടാതിരിക്കുക. അതിന്റെ സ്വീകാര്യതയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു വെക്കുക. ഈ ഒരു സന്ദർഭത്തിൽ സമയത്തിനനുസരിച്ച് ഞാൻ ഒരു ഒറ്റ ഉദാഹരണം പറഞ്ഞു പോവാണ്. നമസ്കാരം ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട കർമ്മമാണ്. പ്രത്യേകിച്ച് റമദാനിലെ നമസ്കാരങ്ങൾക്കൊക്കെ പുണ്യങ്ങൾ അങ്ങനെയാണ്. മെൻ ഖാമ റമദാനൻ ഈമാനൻ വഹ്തിസാബൻ, മെൻ സോമ, ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചാൽ ഈമാനോടും ഇഹ്തിസാബോടും കൂടി എന്ന് അതിന്റെ കൂടെ എണ്ണി പറഞ്ഞിട്ടുള്ളതാണ്. ആരെങ്കിലും റമദാനിൽ നമസ്കരിച്ചാൽ, അധികം പണ്ഡിതന്മാരും പറഞ്ഞു അത് തറാവീഹ് നമസ്കാരമാണെന്നും രാത്രിയിലെ ഖിയാമുൽ ലൈൽ പോലെയുള്ള റമദാനിലെ തഹജ്ജുദ് നമസ്കാരങ്ങളാണെന്നും അങ്ങനെ പറഞ്ഞു. അല്ല, ചില പണ്ഡിതന്മാർ പറഞ്ഞു റമദാനിൽ അനുഷ്ഠിക്കുന്ന ഏത് നമസ്കാരം അതിൽപ്പെട്ടതാണ്. അങ്ങനെ റമദാനിൽ ഒരുവൻ മെൻ ഖാമ റമദാനൻ, റമദാനിൽ നമസ്കരിച്ചാൽ മുൻകഴിഞ്ഞ പാപങ്ങളുടെ പരിഹാരമാണെന്ന് പഠിപ്പിച്ചെന്നു. അങ്ങനെയുള്ള എന്റെ പാപപരിഹാരമായ നമസ്കാരമാണ്. ളുഹറിന് അസറിന് അല്ലെ, അസർ നിസ്കരിക്കാൻ ഈ പള്ളിയിൽ തന്നെ കൂടിയവരാവും അധികം ആളുകളും. ഞാനും ഇവിടെ എത്തിയ ആളാണ്. നിസ്കരിക്കാണ്ട് വന്നു, നേരെ വന്നു. വരുമ്പോ തന്നെ നമ്മുടെ മനസ്സിൽ എന്തുണ്ടായിത്? നമ്മളാണ് വന്നു. ചില ആളുകളൊക്കെ ഓരോ താരം തിരക്കിൽ, നമ്മളെന്നും തിരക്കിലാണ്. പിശാച് നമുക്ക് ഈ തിരക്ക്, പിശാച് നമുക്ക് പലതും ഇങ്ങനെ ഇട്ടുതരും, ഭയം ഇട്ടുതരും, അല്ലെങ്കിൽ ഇങ്ങനെ വസ്വാസം ഉണ്ടാക്കി തരും. ആ തിരക്കിനിടയിൽ നമ്മൾ എങ്ങനെ ഒതു ചെയ്തത് നമുക്ക് ഓർമ്മയില്ല. ഒതുവിന്റെ മുന്നേ ബിസ്മി ചൊല്ലിയണോ നമ്മൾ നോക്കിയിട്ടില്ല. നമ്മൾ അതിന്റെ റൂഹ് പലപ്പോഴും ഈ തിരക്കിനിടയിൽ വിട്ടുപോവാണ്. നമ്മൾ നമ്മളെ നെഞ്ചത്ത് കൈവച്ച് ചോദിച്ചാൽ മതി. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാത്തു മിഫ്താഹുൽ ജന്ന, അസ്സലാത്തു മിഫ്താഹുൽ ജന്ന, സ്വർഗ്ഗത്തിലേക്കുള്ള താക്കോലാണ് നമസ്കാരം. സ്വർഗത്തിലേക്കുള്ള ചാവിയാണ് നമസ്കാരം. നമ്മളൊക്കെ കാറുമായിട്ടാ വന്നത്, ബൈക്കും കാറും അല്ലെ, നേരെ തൊട്ട ബാക്കിലെ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി നിർത്തിക്കുക. ഇവിടുന്ന് എന്റെ ബൈക്ക് എടുക്കാൻ വേണ്ടി നിങ്ങൾ ആരെ ചാവി കൊണ്ടു അത് തിരിക്കുക കഴിയില്ല. അതിന് എന്റെ ചാവി തന്നെ വേണം. ചെറിയ നിസ്സാരമായ, വളരെ ചെറിയ വെയിറ്റ് ഇല്ലാത്ത ഒരു വില കുറഞ്ഞ ലോഹത്താൽ നിർമ്മിക്കപ്പെട്ട ആ ചാവി തന്നെ ഉണ്ടായാലേ തുറക്കാൻ പറ്റുള്ളൂ. ചാവി കൂട്ടങ്ങൾ മൊത്തം കൊണ്ടുവന്ന് തുറന്നിട്ട് കാര്യമില്ല. ചില പെട്രോൾ പമ്പിലൊക്കെ ടാങ്ക് തുറക്കാൻ വേണ്ടി ആൾക്കാർ ശ്രമിക്കാറുണ്ട്. ചിലരൊക്കെ അടിച്ചു പൊളിച്ചു, എത്ര പൂട്ടടിച്ചു പൊളിച്ചു. ചില അലമാറകളൊക്കെ അങ്ങനെ പൊളിച്ചിട്ടിക്കുക, പൂട്ടി ചാവില്ല, നിസ്സാരമായതാണ്. അതിനാ ചാവിന്നെ വേണം. അങ്ങനെ സ്വർഗത്തിന്റെ താക്കോലായ നമസ്കാരം എന്ന് ഖുർആൻ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നു. അതുകൊണ്ട് പ്രവാചകൻ അവസാനിപ്പിച്ചില്ല, അൽ വുദൂഅ മിഫ്താഹുസ് സ്വലാത്ത്. അതിനോട് ചേർത്ത് പറഞ്ഞ വാക്കാണ് അൽ വുദൂഅ മിഫ്താഹുസ് സ്വലാത്ത്. ആ നമസ്കാരത്തിന്റെ താക്കോലാണ് വുദു. അപ്പൊ ആ നമസ്കാരത്തിന്റെ താക്കോലായ വുദുവിന്റെ റൂഹ് ഉൾക്കൊണ്ട ഒരാള് അസർ നമസ്കാരത്തിന്, ഇപ്പൊ കഴിഞ്ഞ നമസ്കാരത്തിന് എങ്ങനെയായിരിക്കും എന്നറിയോ? അവൻ വന്ന ഉടനെ തന്നെ അവന് ഒലുവിന് തയ്യാറായിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. അവൻ ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഒലു എടുത്തിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. അതാണ് പുണ്യം, വീട്ടിൽ നിന്ന് ഒലു ചെയ്തു. കാരണം ഇത് ആത്മാവാണ് എന്നുള്ള മനസ്സാന്നിധ്യത്തോടു കൂടി ആയിരിക്കും അവന് വന്നിട്ടുണ്ടാവുക. അങ്ങനെ വന്ന അവൻ പള്ളിയിലാണെങ്കിൽ എവിടെയാണോ അവന് ആ ഒലു ചെയ്യുന്ന സമയത്ത് പോലും അതിന്റെ ആത്മാവിന് കളങ്കപ്പെടും. എങ്ങനെ ആത്മാവിന് കളങ്കപ്പെടും? എങ്ങനെ? അതിൽ ഇസ്രാഫ് കാണിച്ചാൽ ഉറപ്പാ ആത്മാവ് കളങ്കപ്പെടും. അത് പ്രവാചകൻ പഠിപ്പിച്ചെന്നതാ. പുഴയിൽ നിന്നാണെങ്കിൽ പോലും നീ അത് സൂക്ഷ്മത പുലർത്തണം. അതൊരു വിശ്വാസിയുടെ ബാധ്യതയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? അതുകൊണ്ട് നേരെ അവിടുന്ന് ആ പൈപ്പ് തുറക്കുമ്പോ തന്നെ അവന്റെ മനസ്സിൽ ആ ആത്മാവുള്ള ഒരു മനുഷ്യൻ ആ രൂപത്തിൽ പൈപ്പ് തുറന്നു വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് അവൻ ബിസ്മി ചൊല്ലി തുടങ്ങും.
നമുക്ക് ആ ആത്മാവ്, അതിന്റെ ആ റൂഹ് നമ്മളെ മനസ്സിൽ ആ ഒരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ നമ്മളും ബിസ്മിയോട് തുടങ്ങിയിട്ടുണ്ടാവും. തുടങ്ങിയ കൈ കൊണ്ട് വലത്തെ കൈ കഴുകുമ്പോൾ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ അങ്ങോട്ട് വർത്താനം പറഞ്ഞു. തിരൂരങ്ങാടി കുറെ ദിവസത്തിന് ശേഷം ഇപ്പോഴാ മാഷ്മാരൊക്കെ ഒന്ന് കാണുന്നത്. ഹാറൂൺ സാറോടും ഇവരോടൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞു. ആ വർത്താനം പറഞ്ഞു ഓരോ വർത്താനത്തിലാ, പലരും വർത്താനത്തിലാ, വുളൂ ചെയ്യുമ്പോ പോലും വർത്താനത്തിലാ. ആ റൂഹ് ഉൾക്കൊണ്ട ഒരു വിശ്വാസി എങ്ങനെയാവും? ബിസ്മി ചൊല്ലുമ്പോ അവന്റെ മനസ്സിൽ നിറയെ ഞാൻ എന്റെ വലത് കൈ കഴുകുമ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന പോലെ എന്റെ പാപ പരിഹാരമുണ്ട്. പ്രത്യേകിച്ച് റമളാനിൽ മുൻകഴിഞ്ഞ പാപങ്ങളുടെ പരിഹാരത്തിലേക്ക് എന്നെ നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മത്തിലാ. അങ്ങനെ വുളൂ ചെയ്ത് ഓരോ അവയവം കഴുകുമ്പോഴും അല്ലെ, മുഖം കഴുകുമ്പോ, വായ കഴുകുമ്പോ നാവ് കൊണ്ട് ചെയ്ത പാപ പരിഹാരം ആ തുള്ളി വെള്ളത്തിലൂടെ എനിക്ക് സാധ്യമാകുന്നുണ്ടെന്നുള്ള ഉദ്ദേശത്തോടു കൂടി വുളൂ എടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ആത്മാവിനെ ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മുൻകഴിഞ്ഞ ഇന്നലൊക്കെ നിസ്കരിച്ച നിസ്കാരത്തിന്റെ വുളൂവിനെ കുറിച്ച് ചോദിച്ചാൽ എന്തായിരിക്കും അഭിപ്രായം? ഒരു ചെറിയ നഖം നനയാതെ വന്നപ്പോ സഹാബത്തിനെ ചീത്ത പറയാന്ന് പറഞ്ഞാൽ അവരെ ഗുണദോഷിച്ചിട്ടുള്ള, അവരുടെ മുമ്പിൽ ആ രൂപത്തിൽ കർക്കശത്തോടുകൂടി വളരെ ശ്രദ്ധ പുലർത്തണമെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്തേ നമ്മൾ അവിടെ ശ്രദ്ധിക്കാതെ പോയി? നമ്മൾ മറ്റു പലതിലുമാണ്. ഞാൻ പറഞ്ഞത് മറ്റു പലതൊക്കെ ഉണ്ടായിക്കോട്ടെ, അതങ്ങനെയാണ്, തിരക്ക് തീരൂല. ചിലപ്പോൾ പള്ളിയുമായി ബന്ധപ്പെട്ടതൊക്കെ ആയിരിക്കും. പടച്ചറബ് ആ തിരക്കുകൾക്കിടയിലുള്ള പോരായ്മകളൊക്കെ പടച്ചറബ് പുറത്തു തരുമാറാവട്ടെ. പ്രാർത്ഥിക്കാം നമുക്ക്. പക്ഷെ നമ്മൾ അങ്ങനല്ലല്ലോ, നമ്മുടെ ലക്ഷ്യം അതല്ലല്ലോ. നമ്മുടെ ലക്ഷ്യമൊക്കെ മാറി തുടങ്ങി. നിങ്ങൾ ഇങ്ങനെ പുറത്തിറങ്ങി പോയി നോക്കി, ഇപ്പൊ എല്ലാ റെസ്റ്റോറന്റുകളും തുറക്കാൻ തുടങ്ങി. 5 മണിയോടുകൂടി വാതിൽ പുറത്തോട്ട് തുറക്കുകയാണ്. ഓരോ കുടുംബാംഗങ്ങള് നേരത്തെ ബുക്ക് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ സമ്മേളന നഗരിക്ക് ഓരോരുത്തർ കല്യാണ വീട്, കല്യാണപ്പോരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടേക്ക് കഴിഞ്ഞ 3-4 ദിവസമായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചുകൊണ്ടിരിക്കുക. അവിടെ ബുക്കിംഗ് ഇല്ല, അത്രയും തിരക്കാ. അൺലിമിറ്റഡ് നെയ്ച്ചോറും ഇതൊക്കെ ഉള്ള സംവിധാനങ്ങളുള്ള വൈകുന്നേരം 5:30 തുറക്കും. അതിന്റെ മുമ്പേ, ആഴ്ചകൾക്ക് മുമ്പേ ബുക്ക് ചെയ്യാണ്. ഒരു സ്കൂളിലെ ടീച്ചേഴ്സ്, ആ മുസ്ലിം ടീച്ചറും എല്ലാവരും കൂടി ബുക്ക് ചെയ്യാണ്. ഓരോ ഓഫീസിലെ സ്റ്റാഫ്, പള്ളി കമ്മിറ്റി, കൂട്ടുകാര് എല്ലാവരും ബുക്ക് ചെയ്യാണ്. ടീം ബുക്ക് ചെയ്തിട്ട് അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച്, ഞാൻ അതിന് കുറ്റം പറയല്ല, അതിൽ കാണിക്കുന്ന ഒരു ആവേശം അല്ലേ, അതിൽ ആ ഓഫർ തെരഞ്ഞു പോവാ, അതിലെ കാര്യങ്ങള്. ഇന്നലെ അരീക്കോട് ചെന്നപ്പോഴാണ് നിസ്കരിക്കാൻ വേണ്ടി കയറിയ പള്ളിയിൽ നല്ല ബിരിയാണി. അപ്പൊ ഇവിടെയൊക്കെ പള്ളിയിലൊക്കെ നല്ല ബിരിയാണി ഉണ്ടല്ലോ. അപ്പൊ പറയാണ്, അരീക്കോട് കുട്ടികൾക്കിടയിൽ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടാവല്ലോ, ബിരിയാണിയുള്ള പള്ളികൾ ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പ്. നമുക്ക് അതിൽ കയറിയാൽ അപ്പോൾ ഹോസ്റ്റലിലെ സുലം സലാമിലെ കുട്ടികളൊക്കെ ഹോസ്റ്റലിന് വൈകുന്നേരം ആയാൽ അന്ന് അവിടെ നെയ്ച്ചോറാണെങ്കിൽ ബിരിയാണിയുള്ള തൊട്ടടുത്ത പള്ളിക്ക് പോവാ. ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ അത്ര അതാണ് മനുഷ്യന്റെ ചിന്ത, അതാണ് മനുഷ്യ മനസ്സിന്റെ ചിന്ത, അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്ന ഇവിടെ ഒന്നല്ല. അങ്ങനെ ഇതിന്റെ റൂഹ്, ഈ നമസ്കാരത്തിന്റെയും എന്റെ നമസ്കാരത്തിന്റെ താക്കോലാകുന്ന വുദൂഇന്റെ റൂഹ് നഷ്ടപ്പെട്ട് അവിടുന്ന് ഒരു വുദൂ എടുത്ത് അവിടെ അങ്ങനെ വന്നോടുകൂടി ആ വുദൂ എടുത്ത് കഴിഞ്ഞിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത്ത് തവ്വാബീൻ. ഈ സമയത്ത് ഈ അസർ നമസ്കാരത്തിന് ഞാൻ പള്ളിയിൽ വന്നത് ഇവിടത്തെ ഇന്നത്തെ ബിരിയാണി കഴിക്കാനല്ല, ഇവിടത്തെ മറ്റുദ്ദേശത്തിലല്ല. ഞാനിപ്പോ വുദൂ ചെയ്തിട്ടുള്ളത് അല്ലാഹുമ്മ ജഅൽനി മിനത്ത് തവ്വാബീന, പടച്ചോൻ എന്നെ ഈ റമളാനിൽ തൗബ സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണം റബ്ബേ. വജഅൽനി മിനൽ മുതതഹിരീൻ, എന്നെ ശുദ്ധി കൈവരിച്ചവരുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണം. അകവും പുറവും എന്നെ ശുദ്ധീകരിക്കണേ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വുളു എടുത്തതെങ്കിൽ ഓനോട് വന്ന് അസർസ്കരിക്കാൻ നിൽക്കുന്ന സുന്നത്ത് നിസ്കാരവും അസർ നിസ്കാരവും ആ നിസ്കാരങ്ങളും ജമാഅത്തൊക്കെ അവന്റെ ആ ആത്മാവിലോട് കൂടി കിട്ടും. ഈ ആത്മാവില്ലാത്ത AC പള്ളിയും സൗകര്യത്തിൽ എത്തി കുറ്റം പറയല്ലോ, അവിടെ അതൊന്നും ഉപകാരപ്പെടാതെ പോകും. ഈ സംവിധാനങ്ങളും സൗകര്യങ്ങളൊന്നും നമ്മളെ നമസ്കാരത്തിന് സ്വാധീനിക്കാതെ പോകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ അതിന്റെ ആത്മാവിനെ ഉൾക്കൊള്ളുക. നമസ്കാരം ഒരു ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അങ്ങനെ അറിവിന്റെ, വിജ്ഞാനത്തിന്റെ, വിവേകത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കർമ്മങ്ങളായിട്ട് അതിനെ മാറ്റണം. എന്നിട്ട് അതിനെ ആ രൂപത്തിൽ തിട്ടപ്പെടുത്തണം. എന്നിട്ട് അങ്ങനെ പോകണം. അങ്ങനെ പോവാനാണ്, ആ രൂപത്തിൽ പോവാനാണ് നമ്മുടെ മുമ്പിൽ റമളാനിനെ സജ്ജമാക്കി തന്നിട്ടുള്ളത്. റമളാൻ എന്ന പദം തന്നെ അതാണ്, കരിച്ചു കളയുന്നതാണ്. റമദാൻ കരിച്ചു കളയുന്നതാണ്. എന്തിനെ കരിച്ചു കളയുന്നത്? തിന്മകളെ കരിച്ചു കളയുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട് റമദാൻ എന്നതിലെ നൂൻ ഒഴിവാക്കിയാൽ റമദ് എന്ന പദത്തിന് അൽ മതറുല്ലദീ ഖബ്ലൽ ഹരീഫ്, മഴക്കാലമല്ലാത്ത ചുട്ടുപടിപ്പിച്ച മരുഭൂമിയിലേക്ക് ഇടക്കാലത്ത് അല്ലെങ്കിൽ ഇടമഴയായിട്ട് കടന്നു വരുന്ന മഴക്ക് അറബിയിൽ പറയുന്ന പേരാണ് റമദ് എന്ന അറബി പദത്തിന്റെ അർത്ഥം.
അങ്ങനെ പറഞ്ഞാല് കരിച്ചു കളയുന്ന ഒരു പ്രോസസ് ഇവിടെ നടക്കുകയാണ് ഇബാദത്തിലൂടെ. ആ ഇബാദത്തിലൂടെ കരിച്ചു കളയിൽ നടക്കുന്നിടത്ത് ഈ റമളാനാകുന്ന ഇടമഴ, റമദ് എന്ന ഇടമഴ വീഴാണ്. ഇടമഴ പെയ്യുമ്പോൾ എല്ലാ സസ്യലതാദികളും ഏത് നട്ടപ്പാതിരക്കാണെങ്കിലും അപ്പൾക്കപ്പളെ അവർ ആഗ്രഹം ചെയ്യുന്നു. എന്തിനാ? ഇനി മഴ കിട്ടണമെങ്കിൽ ജൂൺ ആവണം. അതിനു മുമ്പേ അവരുടെ വളരെ അത്യാവശ്യമാണ് ഈ മഴ, ഈ വെള്ളം. ഇവിടുന്ന് ഒലിച്ച് പുറത്തിറങ്ങാനുണ്ടാവില്ല, താഴത്തെ പറമ്പിലേക്ക് പോകാനുണ്ടാവില്ല, തോട്ടിലേക്ക് പുഴയിലേക്ക് പോകാനില്ല. ഇവിടെ വീഴുന്ന വെള്ളം ഇവിടെ തന്നെ സസ്യലതാദികൾ വലിച്ചെടുത്ത് ഇപ്പം ഇല പൊടിച്ചുകൊണ്ടിരിക്കുന്ന തേക്കൊക്കെ പുതിയ ഇലകൾക്കും മൈലാഞ്ചിയൊക്കെ വെളുത്ത പൂവിനും അങ്ങനെ കശുമാങ്ങയും കന്നിമാങ്ങയും ഒക്കെ ഒന്നുകൂടി നല്ല പൂക്കൾ വിടരാനും നല്ല നല്ല വിത്തുകൾക്കും ഒക്കെ കാരണമായിട്ട് അവരപ്പോൾ തന്നെ ആഗ്രഹം ചെയ്യുന്നു. നമ്മളും അങ്ങനെ തന്നെയാണ്. നല്ല ഓടൊക്കെ ഇറക്കി വെച്ച് നല്ല ചകിരിയൊക്കെ വാങ്ങിച്ച് അതിന് പ്രത്യേക അളവെടുത്ത് പ്രത്യേക ആഴത്തിൽ കുഴിയെടുത്ത് മഴക്കുഴി ഒരുക്കാറുണ്ട്. അത് പണിയെടുക്കാൻ വന്ന ആൾക്ക് അത് പ്രത്യേക അതിനു വേണ്ടി വന്ന ആളാണ്. സാധാരണ കൈക്കോട്ട് പണിയെടുക്കുന്ന ആൾ ചെയ്യൂല. അവന് പ്രത്യേക പൈസ കൊടുത്ത് നമ്മളതിന് പ്രത്യേകം പുതിയ ഓട് വെച്ച്, നമ്മളെ വീടിന്റെ മുകളിൽ വരെ അങ്ങനത്തെ ഓടില്ല, പുതിയ ഓടിറക്കി വെച്ച് അത് നിർവഹിച്ചിട്ട് അത് ചെയ്യുന്ന പണി എന്താ? ഈ വെള്ളം പുറത്തു പോകാൻ പാടില്ല, അത് എന്റെ കിണറിൽ എന്റെ വീട്ടിൽ എന്നെ ഉപകാരപ്പെടണം. ഈ രൂപത്തിൽ മഴക്കുഴി ഒരുക്കേണ്ടിയിരിക്കുന്നു. ആ ഇടമഴ എന്ന് പഠിപ്പിക്കപ്പെട്ട റമദ് എന്ന പദം സൂചിപ്പിക്കുന്ന പോലെ കരിച്ചു കളയുന്ന റമദാൻ ഇനിയുള്ള ദിവസമെങ്കിലും ആ റമദാൻ എന്നുള്ള റമദ് പുതുമഴയായിട്ട് മഴയായിട്ട് ഓരോ തുള്ളിയെയും സ്വീകരിക്കാൻ പറ്റണം. സുബഹിന്റെ ശേഷം കുറച്ചേരം ഓതിയിട്ട് കിടന്നുറങ്ങലല്ല, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ചെറിയ സന്ദർഭങ്ങളിൽ തറാവീക്ക് പങ്കെടുത്ത് ജമാഅത്തുകൾക്ക് പങ്കെടുത്ത് ബാക്കിയുള്ള സമയത്തൊക്കെ അങ്ങാടി പോയി അല്ല. കഴിവിന്റെ പരമാവധി ഒന്നിച്ചിരുന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, മാക്സിമം എന്തൊക്കെ ചെയ്യാൻ പറ്റും ചെയ്യുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കൽബറിഞ്ഞ് അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ച്, അല്ലേ? ഇന്നമാ നുതഇമുക്കും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്റാ. അവിടെ സൂറത്തുൽ ഇൻസാന്റെ വചനത്തിലൂടെ പഠിപ്പിച്ചെന്നില്ലേ? അവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ നമസ്കാരം, വുളു എടുക്കുന്നത്, അതുപോലെ ആളുകൾക്ക് ഊട്ടുന്നത്, ആളുകളെ പാലിയേറ്റീവ്, പെയിൻ ആൻഡ് പാലിയേറ്റീവ്, കെയർ ഹോം, എബിലിറ്റി, കുറെ പിരിവുകളാ. എന്ത് ചെയ്യുന്നോ ഇന്നമാ നുതഇമുക്കും ലിവജ്ഹില്ലാ. ഈ പണികളൊക്കെ, ഈ പ്രവർത്തനങ്ങൾ, ഈ ഊട്ടലൊക്കെ അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ആഗ്രഹിച്ചിട്ടാണ്. ഒരാളെയും കാണിക്കാനല്ല, ഒരാളുടെയും നല്ല വാക്ക് കേട്ടിട്ടല്ല, അല്ലേ? വലാ നുരീദു മിൻകും ജസാഅൻ. ഒരു പ്രതിഫലം അതുകൊണ്ട് ആഗ്രഹിക്കുന്നില്ല, ഒരു നന്ദി വാക്ക് പോലും ആഗ്രഹിക്കാത്ത ആ ഒരു രൂപത്തിലേക്ക് പ്രവർത്തനങ്ങളുടെ ആ ഒരു മാനദണ്ഡം, പടച്ചറപ്പിന്റെ സ്വീകാര്യതയുടെ മാനദണ്ഡത്തെ കുറിച്ച് കൂടുതലായിട്ട് ഗൗരവത്തോടുകൂടി പഠിക്കാനും ചിന്തിക്കാനും ആലോചിക്കാനും പറ്റണം. അങ്ങനെ റമളാനിന്റെ ഇനി വരും ദിവസങ്ങളെ ഏറ്റവും നന്നായിട്ട് സ്വീകരിക്കാൻ പറ്റുക. അവസാനത്തെ 10ന്റെ പ്രത്യേകത നമുക്കറിയാം. പ്രത്യേകിച്ച് അവസാനത്തെ 10 ആയപ്പോഴേക്കും പ്രവാചക കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വതക്കയുടെ വിഷയത്തിൽ അങ്ങേറ്റം റീഹുൽ മുർസല, കൊടുങ്കാറ്റിന് സമാനമായിട്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വതക്കയിൽ ഉണ്ടായിരുന്നത്. പള്ളിയിൽ ഇഅ്തികാഫിൽ, അല്ലേ? ഇഅ്തികാഫ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10ൽ ഇഅ്തികാഫ് ഒരു മരണം വരെ മുടക്കിയിട്ടില്ല എന്നാണ്. അവസാനത്തെ 10ൽ ഇഅ്തികാഫ് മരണം വരെ മുടക്കിയിട്ടില്ല എന്നാണ്. എല്ലാ ദിവസവും എല്ലാ 10കളും അവസാനത്തെ പ്രത്യേകിച്ച് പള്ളിയിൽ ഇഅ്തികാഫ് പ്രവാചകന്റെ മരണം വരെ. അപ്പൊ അങ്ങനെ പഠിപ്പിച്ചത് എത്ര പ്രധാനപ്പെട്ടതാണ്. അത് വരുന്നുണ്ട്. പിന്നെ ലൈലത്തുൽ ഖദ്റിനെ വരവേൽക്കാവുന്ന 1000 മാസത്തേക്കാൾ പുണ്യമുള്ള ആ രാത്രി വരുന്നുണ്ട്. ഇങ്ങനെ അവസാനത്തെ 10നെ ഏറ്റവും നന്നായിട്ട് ഉപയോഗപ്പെടുത്തേണ്ടവരാണ്. ആദ്യത്തെ ഒരാഴ്ചയുടെ അല്ലെങ്കിൽ 10-15 ദിവസം കൊണ്ട് അങ്ങനെ ആവേശം കുറഞ്ഞു പോകുന്ന അവസ്ഥയിൽ നമ്മൾ പോയിക്കൂടാ. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം, അതുകൊണ്ട് ഒന്ന് ഉണർത്തിയെന്ന് മാത്രം. അതുകൊണ്ട് അവസാനത്തെ 10നെ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും നന്നായിട്ട് അത് നല്ല അറിവിന്റെ, നല്ല വിജ്ഞാനത്തിന്റെ, വിവേകത്തിന്റെ, അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് കാര്യങ്ങൾ അറിഞ്ഞിട്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് നമ്മൾ ചെന്നാൽ അവിടെ നമുക്ക് നമ്മളായി മാറാൻ പറ്റും. ഇനി ഒന്ന് ചിന്തിച്ചു നോക്കി നിങ്ങൾ. 10-16 ദിവസമായിട്ട് ഞാനൊരു 10 ആയത്ത് പുതുതായിട്ട് ഞാൻ ഖുർആൻ പഠിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടോ? ഞാൻ പലതും ചെയ്തിട്ടുണ്ട്. SSLCക്ക് പഠിക്കുന്ന കുട്ടികളൊക്കെ A+നും മറ്റൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക, രാവും പകലും. പലരും പഠനത്തിലാണ്, പലരും ബിസിനസ് രംഗത്ത് വലിയ നേട്ടങ്ങൾ, അതൊക്കെ ഇതിന്റെ ഭാഗമാണ്, അല്ലെ? വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതൊക്കെ ഉണ്ടാവണം, അതിനൊന്നും കുറ്റം പറയല്ല. പക്ഷെ അതോടൊപ്പം ഒരു 10-16 ദിവസത്തിനിടക്ക് ഒരു 10 ആയത്തെങ്കിലും ഒരു പുതുതായിട്ട് പഠിക്കാൻ പാരായണം ചെയ്യുന്നുണ്ട്, അല്ലെ? പലരും പാരായണം ചെയ്ത് എവിടൊക്കെയോ എത്തിയിട്ടുണ്ട്.
അവിടെ നമ്മൾ എവിടെ നിൽക്കുന്നു? സൂറത്തുൽ മുൽക്ക് 30 ആയത്താണ് അല്ലേ? ഒരു ഇത്രയും ദിവസത്തിനിടയ്ക്ക് ഒരു സൂറത്ത് പോലും ഓതാൻ പറ്റാത്ത ദൗർഭാഗ്യവാന്മാരുണ്ടായേക്കാം. നമ്മൾ ഓതിയും അതിനെ പഠിച്ചും ഒക്കെ മുന്നോട്ട് വരാൻ പറ്റണം. ഖുർആനിന്റെ അവതീർണമാണ് റമദാനിന്റെ മഹാപ്രത്യേകതയായി നമുക്ക് പഠിപ്പിക്കപ്പെട്ടുള്ള സംഗതി. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീൽ ഖുർആൻ. ഖുർആൻ അവതീർണമായതാണല്ലോ. ആ ഖുർആൻ അവതീർണമായ മാസത്തിലെങ്കിലും നമ്മൾ അത് പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, അതിൽ ആയത്തുകളിലേക്ക് നമ്മൾ എത്തിയിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നമ്മളത് പഠിക്കുക? അല്ലാഹു തആല ഖുർആനിനെയും നോമ്പിനെയും നമ്മളെ മുമ്പിൽ ബന്ധിപ്പിച്ചാ തന്നിട്ടുള്ളത്. ഒരേ മാസത്തിലാണ് രണ്ടും. റമദാൻ മാസത്തിലെ നോമ്പ് എന്തിനാ? റമദാൻ മാസത്തിലെ നോമ്പ് 2-ാം അധ്യായം സൂറത്ത് ബഖറയിലെ 183-ാമത്തെ വചനം, കുത്തിബ അലൈഹിം ആമനു കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലൽ ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അവിടെ മുത്തഖിയായി തീരാൻ വേണ്ടിയിട്ടാണ്. തഖ്വയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ ഓരോ കർമ്മങ്ങളുടെയും ഞാൻ നേരത്തെ സൂചിപ്പിച്ച തഖ്വ ചോർന്നു പോവാതിരിക്കാനുള്ള ഒരു പരിശീലന കളരിയാണ് റമദാൻ. അതേ മാസത്തുള്ള ഖുർആൻ എന്താണ്? ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീൽ ഖുർആൻ. ഈ മാസത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതീർണമായത്. എന്നിട്ട് പറയാൻ എന്താണ്? ഹുദൻ ലിന്നാസ്. അത് മനുഷ്യർക്ക് ഹുദയാണ്, സന്മാർഗമാണ്, അതാണ് മാർഗം. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ്, അതാണ് ഗ്രന്ഥം. ലാ റൈബ ഫീ, ഒരു സംശയത്തിന് വകയില്ലാത്ത, ഒരു പോരായ്മയും ഇല്ലാത്ത അതാണ് ഗ്രന്ഥം. ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്ക് വഴി കാണിക്കുവാനുള്ള ഖുർആൻ എന്തിനാണ്? ഹുദയായിക്കൊണ്ട്. ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ആ ഹുദയായിക്കൊണ്ടുള്ള ഖുർആൻ ഹുദൽ ലിൽ മുത്തഖീൻ എന്നാണ് സൂറ ബഖറ ആദ്യ 2-ാം വചനത്തിലൂടെ പഠിപ്പിച്ചിരുന്നത്. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ. അപ്പോൾ നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? തഖ്വയാണ്. ഖുർആൻ കൊണ്ട്, ഖുർആൻ എന്തിനാ? ഒരു സംശയമില്ലാത്ത ഖുർആൻ മുത്തഖീങ്ങളായ ആളുകൾക്ക് ഹുദയാണ്. അപ്പോൾ അവിടുത്തെ തഖ്വ തന്നെയാണ് നോമ്പ് കൊണ്ടും അർത്ഥമാക്കുന്നത്. അപ്പൊ നോമ്പും ഈ ഖുർആനും ഇങ്ങനെ ഒട്ടി നിൽക്കുകയാണ്. ആ നോമ്പും ഖുർആനും അങ്ങനെ ഒട്ടി നിന്നിട്ട് നോമ്പായി മാറണം അല്ലേ? ഖുർആനായി മാറണം എന്റെ നോമ്പുകാലം മുഴുക്കെ. അങ്ങനെ വന്നാൽ നോമ്പും ഖുർആനും ഒട്ടി നിൽക്കുന്ന മറ്റൊന്ന് രണ്ട് സന്ദർഭം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സിയാമു വൽ ഖുർആനു യശ്ഫഅാനി ലിഅബ്ദിൻ യൗമൽ ഖിയാമ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സിയാമു വൽ ഖുർആനു യശ്ഫഅാനി ലിഅബ്ദിൻ യൗമൽ ഖിയാമ. അർത്ഥമറിയാതെ തന്നെ അറിയാം, നാളെ യൗമൽ ഖിയാമയിൽ ഒന്നും തന്റെ സൗന്ദര്യമോ തന്റെ ദുനിയാവിലെ പ്രൗഢിയോ സ്ഥാനമാനങ്ങളോ ദുനിയാവിലെ ഒന്നും ഉപകാരപ്പെടാത്തൊരു ദിവസം വരാനുണ്ട്. ആ ദിവസം, ആ ഖിയാമത്ത് നാളിന്റെ ദിവസം, അവിടെ അല്ലാഹുവിന്റെ വജ്ഹല്ലാതെ മറ്റൊന്നും ഇല്ലാത്ത ആ ദിവസം അസ്സിയാമു വൽ ഖുർആനു, നമ്മൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നോമ്പുകളും നമ്മളെ വഴി കാണിച്ചിട്ടുള്ള ഹുദയായി മാറിയിട്ടുള്ള നമ്മുടെ ഖുർആനും യശ്ഫഅാനി ലിഅബ്ദിൻ, അടിമക്ക് അത് ശുപാർശകനായിട്ടെത്തും, റെക്കമെൻഡ് ആയിട്ട് ഈ രണ്ടെത്തും യൗമുൽ ഖിയാമ. യഖൂലു അസ്സിയാം, എന്നിട്ട് റബ്ബി ഇന്നി മനഅതു അത്അം വശഹവാതി ബിന്നഹാർ. പകലിലുള്ള അവന്റെ ദേഹേച്ഛയും അവന്റെ ഇഷ്ടവും അവന്റെ ഉറക്കും അവന്റെ ഭക്ഷണവും ഒക്കെ ഞാൻ തടഞ്ഞിട്ടുണ്ട്. ഞാൻ അതിന് സാക്ഷിയാണ്. അല്ലാഹുവിന്റെ റമദാൻ, അല്ലാഹുവിന്റെ നോമ്പുകൾ സത്യസന്ധമായി ഉപയോഗപ്പെടുത്തിയ ആളുകൾക്ക് സാക്ഷിയായിട്ട് ആ നോമ്പുകൾ കടന്നു വരും. വൽ ഖുർആൻ യഖൂൽ, അവിടുന്ന് പറയും, റബ്ബി മനഅതു അന്നൗം ബില്ലൈൽ, അതുകൊണ്ട് ഫശഫഅനി ഫീഹി, ഞാനിത് അവന് ശുപാർശകനായിട്ട് എത്തിയിരിക്കുകയാണ്. ആര്? ഖുർആൻ. രാത്രിയിൽ പല വേളയും ഉറങ്ങാതെ, പകലിൽ പല സമയത്തും ഉറക്കം വന്നിട്ട് ഉറങ്ങാതിരിക്കുക. ഉറക്കം വരാത്തോണ്ടല്ല, അങ്ങോട്ട് മാറിയിരിക്കാണ്, ഇങ്ങോട്ട് മാറിയിരിക്കാണ്, അപ്പുറത്ത് മാറിയിരിക്കാണ്, മുഖം കഴുകി വരികയാണ്, വീണ്ടും ഓതുകയാണ്. അങ്ങനെ ഓതി ഖുർആനുമായി അടുത്തു നിന്ന് അതിനെ പഠിച്ചിട്ടുള്ള കുറെ ബുദ്ധിമുട്ടി അനുഭവിച്ചിട്ടുള്ള ആളുകളുണ്ട്. നമ്മളെപ്പോലൊന്നല്ല, ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഖുർആൻ ഓതി തീർത്ത ആളുകളുണ്ട്. അങ്ങനെ ഖുർആനുമായിട്ട് ഒട്ടി നിന്നിട്ടുള്ള ആളുകള്, അവർക്ക് വേണ്ടി ശുപാർശകനായിട്ട് ആ ഖുർആൻ കടന്നു വരും എന്നാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇങ്ങനെ അല്ലേ? മറ്റൊരു സന്ദർഭത്തിൽ ഹദീസിൽ ഇങ്ങനെ കാണാൻ പറ്റും, യഖൂലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്റഊ അൽ ഖുർആന ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ഷഫീഅൻ ലി അസ്ഹാബിഹി.
അതിൻ്റെ ആളുകൾക്ക് ഒരു ഷഫീ ആയിക്കൊണ്ട് ഖുർആൻ കടന്നു വരുന്നു. ആലോചിച്ച് നിങ്ങൾ ഇങ്ങനെ ഖുർആൻ കടന്നു വരുന്ന രൂപത്തിലേക്ക് ആക്കേണ്ടത് ഞാൻ ചുരുക്കുകയാണ്. അടുത്ത ചുരുങ്ങിയ സംസാരത്തിനുള്ള പ്രിയ സുഹൃത്ത് എത്തിയിട്ടുണ്ട് താനും. അതുകൊണ്ട് വേഗം എൻ്റെ സംസാരം ചുരുക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്ന സംഗതി, ഈ പുണ്യ ദിനരാത്രങ്ങളിൽ, ഈ പുണ്യപ്പെട്ട ദിവസങ്ങളിൽ നമ്മൾ ഇനിയുള്ള ദിവസം നമുക്ക് നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു തആല സ്വീകരിക്കാൻ ഞാൻ ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യാം. അതിന്റെ ആ അന്തസത്ത, അതിന്റെ റൂഹ്, അതിന്റെ തഖ്വ ചോർന്നു പോവാതെ അതിന്റെ റൂഹിനെ നിലനിർത്തിക്കൊണ്ടുള്ള വളരെ നിഷ്കളങ്കമായിട്ട് നിർവഹിക്കാൻ ശ്രമിക്കുക. അത് ആളുകൾക്ക് മുമ്പിൽ ഷോ വന്നിട്ട് ആളുകൾക്കിടയിൽ റിയാവും മറ്റൊക്കെ കടന്നുകൂടി നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അങ്ങനെയുള്ള ഒരു പഠന പാരായണത്തിലേക്ക് കടന്നു പോവുക. സമയം കുറവായതുകൊണ്ട് ഒരു ചെറിയൊരു പ്രാർത്ഥന നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്ന് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഈ തറാവിയക്കിടയിലുള്ള സമയത്തും നോമ്പ് തുറക്കാനിരിക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഇതിനിടയിലൊക്കെ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ലളിതമായിട്ടുള്ള ഒരു പ്രാർത്ഥന നമ്മൾ ഈ സന്ദർഭത്തിൽ പഠിക്കുകയാണ്. ഈ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ റമദാനിന്റെ ഇടയിലൂടെ തന്നെ നമുക്ക് ഖുർആന് പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് പ്രാർത്ഥനകൾ, ദൈനംദിന ജീവിതത്തിൽ കുറച്ച് പ്രാർത്ഥനകൾ കൂടി സ്വീകരിക്കാൻ പറ്റും. എത്ര നല്ലതാണ്. സാധിച്ചിട്ടുണ്ടോ കഴിഞ്ഞ ദിവസങ്ങളിലെ പുതിയ പ്രാർത്ഥനകൾ സ്വീകരിക്കാൻ? നമ്മളൊന്ന് ചോദിക്കാനും നമ്മളൊന്ന് മാറ്റം വരുത്താനും ചെറിയ അദ്കാറുലിയവും അല്ലെ, എത്ര പ്രാർത്ഥനകളുണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. നാവിന് ഏറ്റവും ലോലമായ, മീസാനിലേറെ കനം തൂങ്ങുന്ന, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കുകൾ എന്നൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുള്ള പ്രാർത്ഥനകളുണ്ട്. അങ്ങനെ പ്രഭാതത്തിലും പ്രദോഷത്തിലൊക്കെ കുറേ പ്രാർത്ഥനകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഈ റമദാനിൽ ഇനിയുള്ള ശിഷ്ട ദിവസങ്ങളെങ്കിലും ഖുർആനോടൊപ്പം അതിന് കൂടെ തന്നെ കുറച്ച് പ്രാർത്ഥനകളെങ്കിലും ഒക്കെ പഠിച്ചെടുക്കാൻ നമുക്ക് ഒരു പ്രാക്ടീസ് നല്ലതാണ്. ഇവിടെ ചെറിയൊരു പ്രാർത്ഥന ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോണേ ഉള്ളൂ. അല്ലാഹുമ്മ തഹ്ഹിർ ഖൽബി മിനൻ നിഫാഖ്, അല്ലാഹുമ്മ തഹ്ഹിർ ഖൽബി മിനൻ നിഫാഖ് വഅമലി മിനർ റിയാഹ് വഅയ്നി മിനൽ ഖിയാന വലിസാനി മിനൽ കദിബ്. അല്ലാഹുവേ തഹ്ഹിർ ഖൽബി മിനൻ നിഫാഖ്, കാപ്പട്ടിൽ നിന്ന് പടച്ചോൻ എൻ്റെ ഖൽബിനെ നീ ശുദ്ധീകരിക്കണം നാഥ. അല്ലാഹുമ്മ തഹ്ഹിർ ഖൽബി മിനൻ നിഫാഖ് വഅമലി മിനർ റിയാഹ്, എൻ്റെ കർമ്മങ്ങൾ മറ്റുള്ളവർ കാണാൻ കുറേ സന്ദർഭം അങ്ങനെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അപ്പൊ റിയായിൽ നിന്ന് എൻ്റെ അമലുകളെ പടച്ചോനെ നീ അത് തന്നെ ശുദ്ധീകരിക്കണം പടച്ചോനെ. വഅയ്നി മിനൽ ഖിയാന, വഞ്ചനയുടെ നോട്ടത്തിൽ നിന്ന്, കണ്ണിൽ നിന്ന്, ആ ഒരു മറ്റുള്ളവർ വഞ്ചിക്കുന്നതിൽ നിന്നും ഞാൻ വഞ്ചിതനാവുന്നതിലൊക്കെ ആയിട്ടുള്ള ആ രൂപത്തിലുള്ള അത്തരം എല്ലാ കണ്ണിന്റെ അതിൽ നിന്ന് സംരക്ഷിക്കണം പടച്ചോൻ, ശുദ്ധീകരിക്കണം. വലിസാനി മിനൽ കദിബ്, കളവ്, നാവിലൂടെ കടന്നു വരുന്ന അത്തരം കളവിൽ നിന്നും പടച്ചോൻ എന്നെ നീ ശുദ്ധീകരിക്കണം. അല്ലാഹുമ്മ തഹ്ഹിർ ഖൽബി മിനൻ നിഫാഖ് വഅമലി മിനർ റിയാഅ് വഅയ്നി മിനൽ ഖിയാന വലിസാനി മിനൽ കദിബ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നുകൂടി അടുത്തു നിന്ന്, ചേർന്ന് നിന്ന് റമദാനിന്റെ ആ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകാൻ പറ്റിയാൽ നമ്മളായിരിക്കും ഏറ്റവും ഉന്നതര്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്കൽ രണ്ടാള് വന്ന് ഇസ്ലാം മതം സ്വീകരിച്ചുവെന്നും ആ രണ്ടാൾ ഇസ്ലാം മതം സ്വീകരിച്ച ഒരാള് ആഴ്ചകള്, മാസങ്ങള് മാത്രം വലിയ കൂടുതലധികം ഇബാദത്തുകളൊന്നും ഇല്ലാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവത്യാഗം ചെയ്ത് അദ്ദേഹം മരണപ്പെട്ടുവെന്നും രണ്ടാമത്തെ വ്യക്തി കട്ടിലിൽ കിടന്ന് സാധാരണ രോഗം വരിച്ചു മരണപ്പെട്ടുവെന്നും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ചർച്ചയിൽ അത് വന്നത്രേ. രണ്ട് രൂപത്തിലാണ് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ളത്. ഒന്ന്, അത് ഒരു സ്വപ്ന വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ടുവെന്നും അല്ല, ഇങ്ങനെ ഒരു നോമ്പുകാരനായി ബന്ധപ്പെട്ട ചർച്ചയിൽ പ്രവാചകൻ സഹാബത്തിനുള്ളിൽ ചർച്ച കിട്ടുമെന്നും രണ്ട് രൂപത്തിലുള്ള റിപ്പോർട്ടുകൾ കാണാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയാണ്, രണ്ടാമത്തെ മനുഷ്യൻ 1 വർഷം കൂടി കഴിഞ്ഞിട്ടാണ് അത്ര മരണപ്പെട്ടത്. പക്ഷേ കട്ടിലിൽ കിടന്ന് സാധാരണ നമ്മളൊക്കെ, അല്ലെങ്കിൽ സാധാരണ ഒരു മനുഷ്യൻ മരിക്കുന്ന പോലെ മരണപ്പെട്ടുവെങ്കിലും അള്ളാഹുവിന്റെ വിചാരണ പോലുമില്ലാതെ സ്വർഗത്തിലേക്ക് ഡയറക്റ്റ് പ്രവേശിക്കുന്ന, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവത്യാഗം ചെയ്തിട്ടുള്ള, ഷഹാദത്ത് വരിച്ചിട്ടുള്ള ആദ്യം മരണപ്പെട്ട സഹാബി വര്യൻ, അദ്ദേഹത്തിന് മുമ്പേ സാധാരണ മരണപ്പെട്ട, കട്ടിൽ കിടന്ന് മരണപ്പെട്ടാൽ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, ആ മനുഷ്യൻ നിങ്ങൾക്ക് പരിചയമില്ലേ? ആ മനുഷ്യൻ 1 വർഷം കൂടി അധികം ജീവിച്ചതായി നിങ്ങൾ കണ്ടിരുന്നില്ലേ? അവർ പറഞ്ഞു ഖാലു ബല. പിന്നെ ചോദിച്ചു, അദ്ദേഹം അതിനെ കണ്ടുമുട്ടിയിരുന്ന അദ്ദേഹം ആ ഒരു റമളാനെ കണ്ടുമുട്ടുകയും അവിടെ റമളാനിലെ നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യന്റെ വിശ്വാസിയുടെ ജീവിതത്തിൽ
ഒരു വർഷത്തെ നോമ്പ്, ആ നോമ്പ് കടന്നു വന്നാൽ ഇതിലും വലിയ മഹത്വം മറ്റെന്തുണ്ട്? അങ്ങനെ പഠിപ്പിച്ചത്. അങ്ങനെ റമദാൻ ജിഹാദ് ചെയ്ത മനുഷ്യനേക്കാൾ ഉയരത്തിലേക്ക് എത്തിക്കുന്ന പുണ്യ പൂക്കാലമായാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ആ പുണ്യ പൂക്കാലത്തിന്റെ പ്രത്യേക വിശിഷ്യ അവസാന ദിനരാത്രങ്ങളിൽ ഏറ്റവും നന്നായിട്ട് കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോവാതെ അതിന്റെ നിയ്യത്തും ഈമാനികമായ പരിവേഷവും അല്ലെ, ഈമാനൻ വഹ്തിസാബൻ, ആ ഒരു നിയ്യത്തും ഒക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അതിന് അന്തസത്ത നഷ്ടപ്പെട്ടു പോവാത്ത രൂപത്തിൽ അതിനെ ഓരോന്നും ചെറു സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ചെറു ദിക്റാണെങ്കിലും ചെറിയ പ്രവർത്തനങ്ങളാണെങ്കിലും നമ്മുടെ ഇബാദത്തുകളാണെങ്കിലും തഹജ്ജുദും തുടങ്ങിയിട്ടുള്ള രാത്രി നമസ്കാരവും തറാവിഹും തുടങ്ങിയ ഏതേത് കർമ്മങ്ങളിലാവട്ടെ അതിന്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ നേരത്തെ പറഞ്ഞ റിയാവും കാപ്പട്യവും നിഫാക്കും ഖയാനത്തും ഒന്നും കടന്നു വരാതിരിക്കാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ച് ആ രൂപത്തിലുള്ള ഒരു നല്ല നാളുകളെ റയ്യാനിന് വേണ്ടി നല്ല നാളുകളെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കണം. സർവശക്തൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നന്മ കാണുന്ന, നന്മ പഠിക്കുന്ന, ജീവിതത്തിൽ നന്മക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുന്ന സത്യവിശ്വാസികൾ സർവശക്തൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം. നാഥ റബ്ബേ, നമ്മുടെ കർമ്മങ്ങളിൽ ധാരാളം ന്യൂനതകളും പോരായ്മകളും സംഭവിച്ചിട്ടുണ്ടാവാം റബ്ബേ. ഓരോ കർമ്മങ്ങളുടെയും പോരായ്മകൾ, ന്യൂനതകൾ ശുദ്ധീകരിച്ച് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് തുടങ്ങിയ ചെറു ദിക്റ് പോലും നഷ്ടപ്പെടാതെ ഞങ്ങളുടെ അനുഷ്ഠിച്ചു പോരുന്ന, നാം മുമ്പ് അനുഷ്ഠിച്ച എല്ലാ കർമ്മങ്ങളും സൽക്കർമ്മങ്ങൾ ഞങ്ങൾ കബൂലായി സ്വീകരിക്കണം. നാഥ പടച്ചറബേ, വരും ദിവസത്തെ നല്ല നാളുകളെ ഹസനാത്തുകളിലൂടെ ചെയ്തുപോയ സയ്യാത്തുകൾ ഓരോന്നോരോന്നും മായിച്ചു കളയുന്ന സജ്ജനങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം. നാഥ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണം. നാഥ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യണം. നാഥ അവർക്ക് നീ കാരുണ്യത്തിന്റെ ചിറകുകൾ വിരിച്ചു കൊടുക്കണം. നാഥ ഞങ്ങളെ മക്കളെ നീ സ്വാലിഹായ മക്കളാക്കി അനുഗ്രഹിക്കണം. നാഥ ഞങ്ങളുടെ മക്കളിൽ നിന്നും ഇണകളിൽ ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്യണം. നാഥ ഞങ്ങളുടെ വിദേശങ്ങളിലുള്ള മക്കള്, ഇണകള്, പിതാക്കന്മാര് പലരും റബ്ബേ, അവർക്കൊക്കെ നീ ദീർഘായുസ് ആഫിയത്ത് എല്ലാം പ്രദാനം ചെയ്യണം. നാഥ അതിവേഗം ഞങ്ങളുടെ കുടുംബങ്ങളിൽ അവർക്ക് എത്തിച്ചേരാൻ തൗഫീക്ക് പ്രദാനം ചെയ്യണം. നാഥ സാമ്പത്തിക, ശാരീരിക, മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എത്രയോ ആളുകൾ റബ്ബേ, അവിടേക്ക് എല്ലാ പ്രയാസങ്ങളും മാറ്റി സ്വസ്ഥതയും സമാധാനവും ഐശ്വര്യവും പ്രദാനം ചെയ്യണം. നാഥ ജിഹാദിന്റെ നെറ്റിത്തടവുമായി സൽക്കർമ്മ നിരതമായി ജീവിതം നയിച്ച് അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് ഇവിടെ പറയാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് പ്രദാനം ചെയ്യണം. നാഥാ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബ ദഅവാത് യാ ഖാദിൽ ഹാജാത്ത് ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين.